കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതുവർഷത്തിലെ ഈ ആരംഭ മാസത്തിൽ വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ സർവ്വകൃപാലുവായ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കർത്താവിൻ്റെ പുനഃനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. സ്തോത്രം. കഴിഞ്ഞ ഒരു വർഷക്കാലം സ്വർഗത്തിലെ ദൈവം നമ്മെ അതിശയകരമായി വഴി നടത്തി പരിപാലിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ ആ വൻകൃപകൾക്ക് നന്ദി പറയുകയാണ്. 2023 മാത്രമല്ല, നമ്മൾ കൊറോണ കാലത്താണ് ഇങ്ങനൊരു ഓൺലൈൻ മീറ്റിംഗ് സജ്ജമാക്കിയത്. അത് തുടക്കത്തിൽ നമ്മൾ ചിന്തിച്ചു ഇത് കുറച്ച് ദിവസത്തേക്കെന്നുള്ള രീതിയിൽ. ആ ചിന്തകളെല്ലാം വെറും മാനുഷികമായി പോയി എന്ന് ഇപ്പോൾ നമുക്ക് തോന്നുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചു. ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ പാകത്തിന് അനവധിയായ ആത്മീയ വിഷയങ്ങൾ ധ്യാനിക്കുവാനും പഠിക്കുവാനും ഒക്കെ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. നമ്മുടെ പല സഹോദരങ്ങളും വചനത്തിൽ മുന്നേറുവാനും ബലപ്പെടുവാനും ഒക്കെ ഈ തരുണത്തിൽ ഇടയായിട്ടുണ്ട്. അതെല്ലാം ഓർക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഞാൻ ഹൃദയം തുറന്ന് സ്തോത്രം ചെയ്യുകയാണ്. സഹോദരങ്ങളെ, 2024 ആരംഭ ദിവസം ഞാൻ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് മുന്നോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുന്നത്. നിങ്ങൾ സദൈവ എന്നോട് സഹകരിക്കണം. 2024 ഒരു വച്ചടി കയറ്റത്തിൻ്റെ മെസ്സേജോ അങ്ങനത്തെ മെസ്സേജുകളൊന്നുമല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ വാക്തത്വ വചനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വാക്തത്വ വചനങ്ങൾ, എന്തൊരു ഭയങ്കര വാക്തത്വങ്ങളാണ്. സമാഗമന കൂടാരത്തിൻ്റെ പഠനത്തിനാണ് നമ്മൾ ഒത്തുകൂടിയത്. അങ്ങനെ ആ പഠനം പൂർത്തീകരിച്ച് അതിൻ്റെ ഏതാണ്ട് അവസാനത്തിലേക്ക് വന്നപ്പോൾ ശലോമോനാൽ പണിതീർക്കപ്പെട്ട ആ മഹത്തായ ആലയത്തിൻ്റെ അന്തർമന്ദിരത്തിലേക്ക് യെരുശലേമിൽ തന്നെ ദാവീദിൻ്റെ കാലത്ത് പണിയിപ്പിച്ച ആ കൂടാരത്തിൽ നിന്ന് പെട്ടകം അന്തർമന്ദിരത്തിലേക്ക് വരുന്ന ആ കാഴ്ചയൊക്കെ അതെല്ലാം വാക്തത്വ വചനങ്ങളല്ലേ? വാക്തത്വ വചനങ്ങളാണ്. നമ്മൾ ഈ മൺമയമായ കൂടാരം ഉരിഞ്ഞു വെച്ചിട്ട് അതെല്ലാം ഇവിടെ ചുരുട്ടി വയ്ക്കും. അതൊക്കെ ഇവിടെ ഉരിഞ്ഞു വെച്ചിട്ട് നമ്മളൊരു വിൺമയ കൂടാരത്തിലേക്ക്, നമ്മൾ അന്തർമന്ദിരത്തിലേക്ക് പ്രവേശിക്കും എന്ന വലിയ ബോധ്യങ്ങൾ ലഭിച്ച ദിവസങ്ങളായിരുന്നു ആ ധ്യാനത്തിൻ്റെ സമയങ്ങളൊക്കെ. അങ്ങനെ അനവധി കാര്യങ്ങളൊക്കെ ധ്യാനിച്ചും പഠിച്ചും ഒക്കെ മുൻപോട്ട് പോകാൻ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുമ്പോൾ എന്നോട് കുറേ സഹോദരങ്ങൾ ഇങ്ങനെ പറയുകയായിരുന്നു, ദൈവദാസനെ, മധ്യ കേരളത്തിൽ വലിയ ഉണർവ് നടക്കുകയാണ്. തിരുവല്ല പട്ടണത്തിലാണ് ഉണർവ് നടക്കുന്നത്. അപ്പോൾ അതെന്താണെന്നൊക്കെ അന്വേഷിച്ച് പിടിച്ച് പോയി കഴിഞ്ഞപ്പോൾ അയ്യോ കഷ്ടം എന്നല്ലാതെ എന്ത് പറയാനാ. അത് ഒരു വ്യാജ ഉണർവിൻ്റേതായ ഒരു പരസ്യമായിരുന്നു. ഞാൻ വിചാരിച്ചു വലിയ ഉണർവും കൊടുങ്കാറ്റുകളും സമർപ്പണങ്ങളും ക്രമീകരണങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഉണർവിലേക്ക് വരുമ്പോൾ അടുത്തൊരു കാര്യം കൂടെ അതിൻ്റെ കൂട്ടത്തിൽ കേട്ടു. തലക്കെട്ടിൽ ഐക്യതയെക്കുറിച്ച്. അത് ഐക്യത എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണല്ലോ. ലോകത്തിലെല്ലാവരും ഐക്യത ആഗ്രഹിക്കുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐക്യത അവരാഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ പിരിഞ്ഞു പോയവരൊക്കെ തിരിച്ചു വരണമെന്ന് അവരും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാത്തരം ആളുകളും ഐക്യത ആഗ്രഹിക്കുന്നുണ്ട്. യൂറോപ്യൻ യൂണിയനിൽ പോലും അവർ ഐക്യത ആഗ്രഹിക്കുന്നുണ്ട്. യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും കൂടെ ഒന്നു ചേർന്ന് നമുക്കൊരു ഐക്യതയിൽ പോകണമെന്നാണ് അവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് അത്രയും കൊമ്പുകൾ വേണ്ട, 10 കൊമ്പ് മതി. 10 കൊമ്പിൽ നമുക്ക് മുന്നോട്ട് പോകാം. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 എണ്ണം പിന്നെ താഴെ പോവും. അതിനിടയിൽ ചെറിയ കൊമ്പ് മുളച്ചു വരണം. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അവരെല്ലാം ഐക്യമാണ് ആഗ്രഹിക്കുന്നത്. അതുപോലെ പെന്തക്കോസ്റ്റ് ലോകത്തും ആളുകൾ ഐക്യം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സൂക്ഷ്മമായി ഈ കാര്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തിയപ്പോൾ ഐക്യത്തിൽ വരുന്ന ആൾക്കാരെ കണ്ടു. കോട്ടയംകാരൻ അനി ജോർജ്, പിന്നെ കൊട്ടാരക്കരക്കാരൻ ടിനു ജോർജ്, വേറെ ജോർജെല്ലാം ഉണ്ടോ, പിന്നെ തിരുവനന്തപുരംകാരൻ സുരേഷ് ബാബു, ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ കൂടിയിട്ട്, ബാക്കി ഇതര പെന്തിക്കോസും കൂടെ കൂടിയിട്ട്, പിന്നെ കുറച്ച് ഗിറ്റാറും ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ആ ചെറുപ്പക്കാർ പിള്ളേരൊക്കെ വന്ന് നിന്നിട്ട് അവരുടെ പെർഫോമൻസ്, ഇങ്ങനെ എല്ലാം കൂടെ കൂടി ഒരു ഐക്യമാണ് കാണാനായിട്ട് കഴിഞ്ഞത്. അതൊരു സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പുതുവർഷത്തിൻ്റെ ഈ സമയത്ത് ഇങ്ങനെ ഇത്ര തുറന്നങ്ങ് സംസാരിക്കുന്നതിൻ്റെ കാരണം, നമുക്കിന്ന് പുതുവർഷമായിരിക്കും, പക്ഷേ ഈ മെസ്സേജ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന മെസ്സേജ് അപ്ലോഡ് ചെയ്യും. നിശ്ചയമായും കർത്താവ് വരാൻ താമസിച്ചാൽ ഡേറ്റയും സംവിധാനങ്ങളും ഒക്കെ വർക്ക് ചെയ്ത് പരമാർത്ഥമാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതെന്തിനെന്ന് ചോദിച്ചാൽ വരുന്ന ഒരു തലമുറ തിരിച്ചറിയണം, നമ്മൾ ഇങ്ങനത്തെ ഐക്യത്തിൽ വിശ്വസിക്കുന്നവരല്ല. അതായത് അസൽ പെന്തിക്കോസുകാരെ സംബന്ധിച്ച് അവർക്ക് ചില ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ ഉള്ളവരാണ്. വഴിയെ ഞാൻ പറഞ്ഞു വരാം.
വഴിയെ പറഞ്ഞു വരാം, അപ്പം നിങ്ങൾക്ക് പിടി കിട്ടും. അപ്പോൾ വ്യക്തമായ ബോധ്യങ്ങളുള്ള ആളുകളാണ്, ആ ബോധ്യങ്ങളിലാണ് മുൻപോട്ട് പോകുന്നത്. വഴിയെ കാണുന്ന കാര്യങ്ങളെല്ലാം തലവെക്കാനോ കാണുന്ന തോളത്തെല്ലാം കൈയിടാനോ ഒന്നും സാധിക്കുന്ന ഒരു ജനവർഗമല്ല. വിശുദ്ധ തിരുവഴുത്തിൽ പറയുന്ന പോലെ ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. അങ്ങനെ കാണുന്നവരോടെല്ലാം കൂടെ ചേർന്ന് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ലെന്നുള്ള കാര്യങ്ങളാണ് വചനത്തിലൂടെ നമുക്ക് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്തിനെന്ന് ഞാൻ പറഞ്ഞല്ലോ, അടുത്തൊരു തലമുറ ശ്രദ്ധിക്കണം. അടുത്തൊരു തലമുറ എല്ലായിടത്തും നമുക്ക് കയറി ഐക്യത്തിൻ്റെ പേര് പറഞ്ഞ് കൈ കൊടുക്കാൻ പറ്റത്തില്ല. എല്ലായിടത്തും ഒന്നും നമുക്ക് അങ്ങനെ കൈ കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാമായിട്ടും കൂട്ടുചേരാനും നമുക്ക് പറ്റത്തില്ല. അതിൻ്റെ കാര്യകാരണങ്ങളുണ്ട്. കാരണം നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ദൈവശാസ്ത്രപരമായ വിഷയങ്ങളുണ്ട്. രക്ഷയെ സംബന്ധിച്ച്, സ്നാനത്തെ സംബന്ധിച്ച്, അനുബന്ധ കാര്യങ്ങൾ, ക്രിസ്തീയ വളർച്ചയെ സംബന്ധിച്ച്, കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ, പിന്നെ ആത്മീക ശുശ്രൂഷകളെ സംബന്ധിച്ചൊക്കെയുള്ള നമ്മുടെ ബോധ്യങ്ങളും കാഴ്ചപ്പാടുകളും അതൊക്കെ ഒന്ന് വേറെ തന്നെയാണ്. മറ്റ് ഇതര ക്രൈസ്തവ സമൂഹങ്ങൾ അനുഷ്ഠിക്കുന്നതായ പല ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ നമ്മൾ ഉത്സുകരല്ല. നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പോകാറില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ 66 പുസ്തകം, വേറെ ചിലരുടെ കയ്യിൽ കൂടുതൽ പുസ്തകങ്ങളുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, കൂടുതലുണ്ടായിട്ട് അവർ വായിക്കാറില്ല. നമ്മുടെ കയ്യിലുള്ള ഈ 66 വെച്ച് നമ്മൾ ജീവനുള്ള ദൈവത്തെ അനുഭവിക്കുകയും അടുത്തറിയുകയും ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ മുൻപോട്ട് പോകാനായിട്ട് പരിശ്രമിക്കുന്ന ഒരു ജനസമൂഹമാണ്. അതേസമയം ഇതിനകത്ത് പുഴുക്കുത്തുകളില്ലെന്ന് വെച്ചാൽ പിന്നെ അതേ ഉള്ളൂ. അതൊക്കെ ധാരാളമുണ്ട്. അതൊക്കെ ഒരു സൈഡിൽ കിടക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടിട്ട് ചിലരൊക്കെ ഫെഡപ്പ് ആകുന്നുണ്ട്, ചിലരൊക്കെ അങ്ങ് സങ്കടപ്പെടുന്നുണ്ടോ, അയ്യോ ഇതെന്താ, ഇതിങ്ങനെയൊക്കെ എന്താ എന്നൊക്കെ ചിലർ ചിന്തിക്കും. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു, കാലം ചുരുങ്ങിയിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്നു. മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന ചോദ്യത്തിൻ്റെയൊക്കെ ചുരുൾ നിവർന്നു വരികയാണ് ഇപ്പോൾ. വിശ്വാസ ത്യാഗങ്ങൾ സംഭവിക്കേണ്ടതുണ്ട്. നിൽക്കുന്നു എന്ന് തോന്നുന്ന പലരും ടാറ്റ പറഞ്ഞു പോകുന്ന കാഴ്ച നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമ്മൾ കാണേണ്ടി വരും. ചിലപ്പോൾ നിൽക്കുന്നു എന്ന് നമുക്ക് തോന്നും, അയ്യോ ഇന്നലെ കൺവെൻഷനിൽ പ്രസംഗിച്ച ആളല്ലേ എന്നൊക്കെ. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ അവരൊക്കെ ചിലപ്പോൾ ടാറ്റ പറഞ്ഞു പോയിന്നിരിക്കും. അതൊന്നും കണ്ട് നമ്മൾ ബേജാറാകേണ്ട ആവശ്യമില്ല. ഹൈവേയിലൂടെ വണ്ടി ഓടിക്കുന്ന ആളുകൾക്കറിയാം. ഇപ്പോൾ അമേരിക്കയിലും യൂറോപ്പിൽ അത്രയും ഉണ്ടെന്ന് എനിക്കറിയില്ല. അമേരിക്കയിലൊക്കെ മഞ്ഞുവീഴ്ച കാലത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ഹൈവേകളിൽ, അതായത് നന്നായിട്ട് മഞ്ഞ് വീഴുന്ന ഏരിയകളിലെ ഹൈവേകളിൽ അവിടെയൊക്കെ ഒരു വണ്ടി വേറൊരു വണ്ടിക്കിട്ടിടിക്കും. അതൊരു 5-8 എണ്ണത്തിൻ്റെ ഇടിക്കും. അങ്ങനെ ചിലപ്പോൾ അതൊരു 10-25 എണ്ണത്തിൻ്റെ ഇടിക്കും. അങ്ങനെ ഇടിച്ചടിച്ച് ഒരു 50-100 ഒക്കെ ഇടിക്കും. അങ്ങനെ ഇടിച്ചതെല്ലാം ഒരു സൈഡിൽ കിടപ്പുണ്ടാവും. അപ്പോഴും വേറെ ആൾക്കാർ അതിൽ വരും. അവർ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് ഞാനിനി എൻ്റെ ജീവിതത്തിൽ വണ്ടി ഓടിക്കില്ല, ഒരു സമർപ്പണത്തിലേക്ക് വന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകും. അങ്ങനെയാണോ? ഇടിച്ചവർ വഴി കിടക്കും, മറ്റവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, അവർ ലക്ഷ്യത്തിലേക്ക് മുൻപോട്ട് പോകും. അതുപോലെ സഹോദരങ്ങളെ, പിന്മാറ്റക്കാരും വിശ്വാസത്യാഗക്കാരും ഈ കോപ്രായങ്ങൾ കാണിക്കുന്നവരും കാണുന്നവൻ്റെയൊക്കെ തോളത്ത് കൈയിടുന്നവരും ഒക്കെ അവരെല്ലാം വഴിക്ക് പോകും. അതേസമയം ഒരു ശേഷിപ്പ്, പ്രമാണത്തെ മുറുകെ പിടിക്കുന്ന, ലഭിക്കപ്പെട്ട ഉപദേശ രൂപത്തെ, ആ ഫോം ഓഫ് ഡോക്ടറിനെ മുറുകെ പിടിക്കുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടിയ ദാഹമാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അങ്ങനെ ഒരു തലമുറ, അടുത്തൊരു തലമുറ, പെട്ടകം ചുമക്കുന്ന ഒരു തലമുറയെ സജ്ജമാക്കാൻ വേണ്ടിയാണ് നമ്മളിതൊക്കെ തുറന്നു വെച്ചുകൂടി ഇരിക്കുന്നത്. ഇത് നമ്മളിന്ന് കുറച്ചു പേരാണ് ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഇങ്ങനെ ഇരിക്കുന്നതെങ്കിൽ ഈ മെസ്സേജുകൾ പിന്നീട് കേൾക്കുന്ന സഹോദരങ്ങളും അങ്ങനെ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വന്ന് യെസ് ഞങ്ങൾ വില കൊടുത്ത് സത്യത്തിന് വേണ്ടി നിൽക്കും, ആരേതിൽ പോയാലും എങ്ങനെ പോയാലും അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല എന്ന നിലയിൽ മുന്നേറ്റങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന ഒരു തലമുറ, അതിനുവേണ്ടിയാണ് നമ്മളിത് സംസാരിക്കുന്നത്. എന്നോട് ഒരു പ്രിയപ്പെട്ടവനെന്നിങ്ങനെ സംസാരിക്കുകയായിരുന്നു, ഈ ദൈവദാസന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ തെറ്റായ കൂട്ടുകെട്ടുകളിലും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഇങ്ങനെ ചലിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അതിന് കൊടുത്തൊരു മറുപടി നിങ്ങളുടെ മുമ്പാകെയും പറയാം. അതായത് ദൈവദാസന്മാരെന്ന് പറയുന്നവരെ സംബന്ധിച്ച് അവർക്ക് പാളിച്ചകൾ പറ്റാം, തെറ്റുകൾ പറ്റാം. അതിൻ്റെ ഒരു വലിയ ഉദാഹരണം ഞാൻ പറയാം. യോശുവ ഭക്തനായ മനുഷ്യനല്ലേ. യോശുവ വലിയവനായ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഗിബിയോന്യരുമായിട്ടൊരു സഖ്യതയിൽ ഏർപ്പെട്ടു. അവിടെ ചില ശാപ്പാടൊക്കെ കഴിക്കാനായിട്ട് പുള്ളി ഇറങ്ങി തിരിച്ചു. ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. യഹോവയായ ദൈവത്തിനത് താല്പര്യമായില്ല, കോപകാരണമായി തീർന്നു. അത് ഇസ്രായേലിന് നന്നായില്ല എന്നുള്ളതാണ് നമ്മൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്നത്. പിന്നീട് നമ്മൾ മുൻപോട്ട് ചിന്തിച്ചു പോകുമ്പോൾ ദാവീദിൻ്റെ കാര്യം നമുക്കറിയാം. ദാവീദ് ദൈവത്തിൻ്റെ അഭിഷിക്തനാണ്.
അതായത് രാജാവും ദൈവത്തിൻ്റെ അഭിഷിക്തനാ, പ്രവാചകനും ദൈവത്തിൻ്റെ അഭിഷിക്തനാ, പുരോഹിതനും ദൈവത്തിൻ്റെ അഭിഷിക്തനാ. അപ്പോൾ എല്ലാം ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെന്ന നിലയിൽ പരിഗണിക്കുക. രാജാക്കന്മാരുടെ പ്രത്യേകത എന്താ? അവർക്ക് വേണ്ടി ഒരു അധ്യായം എഴുതി വെച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം 17-ാം അധ്യായം. അവിടെ ഇസ്രായേലിൻ്റെ രാജാക്കന്മാർ രാജഭരണം കൈയാളുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ വ്യക്തമായ വ്യവസ്ഥയുണ്ട്. അതിലെ ഒരു ലൈനാണ് രാജാക്കന്മാരുടെ കയ്യിൽ ന്യായപ്രമാണ പുസ്തകം ഉണ്ടായിരിക്കണം, അതിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം. കറണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കറണ്ട് ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഫോട്ടോസ്റ്റാറ്റ് എടുത്തോണം. രാജാക്കന്മാരുടെ കയ്യിൽ നിർബന്ധമായിട്ട് ഇത് വേണം, അതിന് എക്സ്ക്യൂസ് ഇല്ല. അപ്പോൾ അതിൽ എന്തെല്ലാം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ച് രാജാക്കന്മാർ ചലിക്കണം. അപ്പോൾ പെട്ടകം എന്നുള്ളൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ പെട്ടകം കെഹാത്യരുടെ ചുമലിലിരുന്നാണത് ചുമന്നുകൊണ്ട് പോകേണ്ടത്. അത് കാളവണ്ടി പുറത്ത് വെക്കേണ്ടതല്ലല്ലോ. ചരിത്രത്തിൽ അങ്ങനെയല്ലല്ലോ ഇസ്രായേൽ മാർച്ച് ചെയ്ത് മുൻപോട്ട് വന്നത്. കാളവണ്ടിപ്പുറത്തൊന്നും വെച്ച ചരിത്രമൊന്നുമില്ല. പക്ഷെ ദാവീദിൻ്റെ കാലത്ത് ദാവീദ് ആ മഹാമണ്ഡത്തരത്തിന് തുനിഞ്ഞു. ആരെവിടെയെന്ന് ചോദിച്ചപ്പോൾ ഉസ ചാടി വന്നു, ഞാനിവിടെ ഉണ്ടെന്ന്. ഓക്കെ, പെട്ടകം കൊടുത്ത് കാളവണ്ടിപ്പുറത്ത് വെച്ചോളാൻ പറഞ്ഞു. കാളവണ്ടിപ്പുറത്ത് വെച്ചു. വലിയൊരു നഷ്ടം സംഭവിച്ചു. ആർക്കാണെന്നറിയാവോ? ഉസയ്ക്കും തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും. വേറെ ആർക്കും ഒന്നും പോയില്ല. ദാവീദിനൊന്നും പോയില്ല. കുറച്ച് പൊടി തട്ടിക്കളഞ്ഞിട്ട് ദാവീദിൻ്റെ പാട്ടിന് പോയി. അപ്പോൾ അതുപോലെ നമ്മൾ സീനിയർ പാസ്റ്റർമാരെന്നും ജൂനിയർ പാസ്റ്റർമാരെന്നൊക്കെ പറയുന്നവർ അവരുടെ ജീവിതത്തിൽ അവർ വിവരക്കേട് കാണിക്കും. മണ്ടത്തരങ്ങൾ, വിശുദ്ധ തിരുവഴുത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അവർ ചെയ്യും. അവർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളതിന് കൂട്ടുകൂടാതിരിക്കുക, നമ്മളതിനോട് വിയോജിക്കുക. അതല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ ആളുകളെ പള്ളു പറയാൻ പോകണമെന്നല്ല കേട്ടോ. നമ്മൾ വിയോജിക്കുക, അകന്നു മാറുക, അത്ര തന്നെ. ദൈവവചനത്തിന് നിരക്കാത്ത കാര്യങ്ങളോട് സന്ധി ചെയ്യരുത്. താൽക്കാലികമായി എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ളയാകാൻ കഴിയും നമുക്ക്. അതുകൊണ്ട് കാര്യമില്ല, നിത്യത ചോദ്യചിഹ്നമാകും. ഞാൻ ഒന്നുകൂടെ മുൻപോട്ട് കടന്നുപോയി പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസിനെ നമുക്ക് കാണാമല്ലോ. പത്രോസിൻ്റെ ഒരു ചെറിയ കാപട്യ നിമിത്തം, ചെറുതൊന്നുമല്ല, ഇച്ചിരി വലുതാ, ബർണബാസ് വരെ തെറ്റിപ്പോയി. ബർണബാസ് തെറ്റിപ്പോയി എന്ന് പറയാൻ കാരണം ബർണബാസിന് ഇച്ചിരി പേര് ഊരുമൊക്കെ ഉള്ളതുകൊണ്ട് എഴുതി വെച്ചു. വേറെ വല്ലവരുമൊക്കെ തെറ്റിപ്പോയെന്ന് നമുക്കറിയില്ല, അത് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. വേറെ ആരെങ്കിലുമൊക്കെ തെറ്റിപ്പോയി കാണുമായിരിക്കും ആ സമയത്ത്. ബർണബാസ് മാത്രം തെറ്റിപ്പോവുക എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. വേറെ പലരും തെറ്റിപ്പോയി കാണും. കാരണം എന്നാ? പരിച്ഛേദനാവാദത്തിൻ്റെ ആ കുത്തൊഴുക്കിൽ പത്രോസും പെട്ടു. അപ്പോൾ പത്രോസ് മൂലം കുറച്ച് പേർക്കും കൂടെ മാനഹാനിയും മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടവന്നല്ലോ. അപ്പോൾ അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഒരു പൗലോസ് എതിർത്തു നിന്നു. പൗലോസ് ആ കൂടെ കൂടിയില്ലെന്നേ. അവസാനം പത്രോസിനെയും കൂടെ പൗലോസിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നു പൗലോസ്. അതാണ് ദൈവകൃപയും അഭിഷേകം എന്നൊക്കെ പറയുന്നത്. അല്ലാതെ സീനിയർ പാസ്റ്ററാണല്ലോ, പുള്ളിയാണല്ലോ ഉദ്ഘാടനം ചെയ്ത്. ഏത് സീനിയർ ആണേലും പ്രമാണത്തിന് മുമ്പാകെ മുട്ടുമടക്കണം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? ഉറച്ചു നിന്നാലൊരു ശ്വാസം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ പ്രബലനാകുമോ? ഒരിക്കലും ആകില്ല. അപ്പോൾ അതുകൊണ്ട് എത്ര വലിയ ആളാണെങ്കിലും വചനത്തിലേക്ക് മടങ്ങി വന്നേ തീരൂ. അത് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ മഹാപുരോഹിതൻ്റെ കാര്യവും ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതായിരിക്കും തോന്നുക. ആദ്യത്തെ മഹാപുരോഹിതൻ ആരാ? അഹറോൻ കാളക്കുട്ടി ഉണ്ടാക്കിയ ചരിത്രം നമുക്കറിയാലോ. അവിടെ സംഭവിച്ച തോൽവി തന്നെ കുറേ ആൾക്കാർ മരിച്ചുപോയി. അഹറോനൊന്നും സംഭവിച്ചില്ല. അതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന്. അപ്പം ഞാൻ തുടക്കത്തിൽ ഇങ്ങനെ പറഞ്ഞത്, നമ്മൾ ഉത്തുംഗത്തിലാണെന്ന് വിചാരിക്കുന്ന പല ആളുകളും അവർ വചനവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, തെറ്റായ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളാരും ബേജാറാകേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. സങ്കടപ്പെടണം. ഏത് രീതിയിലാണ്? എൻ്റെ ദൈവമേ, വചനത്തിൽ നിന്ന് അകന്നു പോവാണല്ലോ എന്നുള്ള സങ്കടം. അതല്ലാതെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നിരാശയിലേക്ക് തള്ളിയിടാനോ ഒയ്യൊയ്യോ എന്ന് അയ്യം വിളിക്കാനൊന്നും പോകേണ്ട കാര്യമില്ല. നമ്മൾ മുൻപോട്ട് പോകുക. നമ്മൾ മുൻപോട്ട് പോകുക. വേറൊരാളുടെ കാര്യം കൂടെ ഓർമ്മ വന്നു. അദ്ദേഹത്തിൻ്റെ കാര്യം ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പേര് യെറോബയാം എന്നാണ്. അതായത് ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ്. ഇപ്പം ചില ചിന്തിക്കുകയായിരിക്കും ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് ശൗലല്ലേ എന്ന്. അത് അഭിവക്ത ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാണ് ശൗല്. എന്നാൽ രാജ്യം പിന്നീട് രണ്ടായി തീർന്നല്ലോ. രണ്ടായി തീർന്നതിന് ശേഷം വടക്കേ ദേശം എന്നറിയപ്പെടുന്ന ഇസ്രായേലിലെ ആദ്യത്തെ രാജാവാണ് യെറോബയാം. അതേസമയം തെക്കേ ദേശം എന്ന് പറയുന്ന യഹൂദയും ബെന്യാമിനും ഉൾക്കൊള്ളുന്ന ആ ഭാഗം, അവിടുത്തെ രാജാവായിട്ട് അന്നേരം ഇരിക്കുന്ന ശലോമോൻ്റെ മകൻ റഹബയാം. ഇത് യെറോബയാമാണെങ്കിൽ അത് റഹബയാം. അപ്പോൾ റഹബയാം ഇച്ചിരി
അതിൻ്റെ കാര്യകാരണങ്ങൾ നിങ്ങൾക്കറിയാം. 1 രാജാക്കന്മാർ 11-ാം അധ്യായത്തിലും പിന്നെ 2 ദിനവൃത്താന്ത പുസ്തകത്തിലേക്കും പോകുമ്പോൾ ഈ സബ്ജക്റ്റുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതായത് ശലോമോൻ നിമിത്തമുണ്ടായ ദൈവകോപം അവൻ്റെ മകനിലേക്ക് വന്നെന്നങ്ങ് കൂട്ടിക്കോ. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്, പോകാതെ തന്നെ ഞാൻ ഓടിച്ചു പറയുകയാണ്. അവൻ്റെ മകനായ റഹബയാം അവിടുത്തെ ശ്രേഷ്ഠന്മാരെയെല്ലാം കോപിപ്പിച്ചു, അതിലപ്പുറം ദൈവത്തെ കോപിപ്പിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കോപം ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവാചകനായ അഹിയ ഇങ്ങനെ വയലിലൂടെ വരികയാണ്. വരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ വരികയാണ് യൊറോബയാം. റഹബയാമല്ല, യൊറോബയാം, എഫ്രൈം ഗോത്രക്കാരനായ യൊറോബയാം ഇങ്ങനെ വരികയാണ്. അങ്ങനെ യൊറോബയാം ഈ അഹിയ പ്രവാചകനുമായിട്ട് മുഖാമുഖം വരുമ്പോൾ അഹിയ തൻ്റെ പുത്തൻ അങ്കി വലിച്ചു കീറി അത് 12 കഷ്ണമായിട്ട് ഇങ്ങനെ നുറുക്കി എടുത്തിട്ട് 10 കഷ്ണം യൊറോബയാമിന് കൊടുത്തു, 2 കഷ്ണം റഹബയാമിന് ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ വലിയവനായ ദൈവം പറയാണ്, രാജ്യം ഞാൻ ഇങ്ങനെ പകുക്കാൻ പോവുകയാണ്, കീറി മുറിക്കാൻ പോവുകയാണ്. 10 ഗോത്രത്തെ നിനക്ക് തരും, ബാക്കി 2 എണ്ണം ദാവീദ് കുലത്തിന് കൊടുക്കും. ദാവീദ് കുലത്തെ, ദാവീദിനെ ഓർത്ത് ഞാൻ തള്ളിക്കളയുന്നില്ല. എൻ്റെ ദാസനായ ദാവീദിൻ നിമിത്തം ആ 2 ഗോത്രം ഞാൻ അവൻ്റെ തലമുറയ്ക്ക് കൊടുക്കും. അവൻ്റെ രാജ്യത്തെ ഞാൻ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കുന്നില്ല, അത്രമാത്രം. അത് സംബന്ധിയായ വാക്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഞാനൊരിക്കൽ ഒരു മെത്രാച്ചിന് മറുപടി കൊടുത്ത ഒരു പ്രസംഗം പ്രസംഗിച്ചായിരുന്നു. ആ പ്രസംഗത്തിൽ ഈ വക കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇസ്രായേലും പിന്നെ യഹൂദയും എന്നൊക്കെയുള്ളൊരു വിഷയം വിശദമായി പറഞ്ഞ കൂട്ടത്തിൽ അതിനോടനുബന്ധിച്ചുള്ള വാക്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള വാക്യങ്ങൾ ഓക്കെ പറഞ്ഞു വരുന്നത്, വലിയവനായ ദൈവം തൻ്റെ ദാസനായ അഹിയ മുഖാന്തരം യൊറോബയാമിനോട് പറയാണ്, രാജത്വം നിനക്ക്, രാജത്വം നിനക്ക്. അവൻ്റെ മേൽ അഭിഷേക തൈലം ഒഴിച്ച് അവനെ ഇസ്രായേലിൻ്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് നിർത്തുകയാണ്. അഭിഷേകമൊക്കെ ചെയ്ത് മണിക്കൂറുകൾ, അഭിഷേക തൈലത്തിൻ്റെ ആ വാസന പോലും അങ്ങ് മാറിയിട്ടില്ല. മണിക്കൂറുകൾക്കുള്ളിൽ ലോകചരിത്രം വേണോ, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ദൈവത്തെ കോപിപ്പിച്ച വേറൊരുവരില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോൾ രാജാക്കന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ 2 പുസ്തകങ്ങളാണ് പ്രമാദമായിട്ട് വരുന്നത്. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകവും, ഒന്ന് ദിനവൃത്താന്ത പുസ്തകവും. ഈ 2 പുസ്തകങ്ങൾ ഓടിച്ചു നോക്കുമ്പോൾ നമ്മൾ കാണുന്ന 2 വഴികളുണ്ട്. ഒന്ന് ദാവീദിൻ്റെ വഴി, അതായത് യഹോവയുടെ വഴി എന്നാണ് അതിന് പറയുന്നത്, ദാവീദ് നടന്ന വഴി. മറ്റൊരു വഴിയെക്കുറിച്ച് പറയുന്നുണ്ട്, അത് യൊറോബയാം നടന്ന വഴി എന്നാണ്. ഇസ്രായേലിലെ രാജാക്കന്മാർ ഏറിയ പങ്കും യൊറോബയാം നടന്ന വഴിയിലൂടെയാണ് നടന്നത്. ഇസ്രായേലിലെ രാജാക്കന്മാർ, അതായത് ഈ 10 ഗോത്രക്കാരിൽ ഏറിയ പങ്കും യൊറോബയാമിൻ്റെ വഴി തന്നെയാണ് തിരഞ്ഞെടുത്തത്. അവരുടെ പൂർവ്വപിതാവായ ദാവീദിൻ്റെ വഴി തിരഞ്ഞെടുത്തില്ല. അപ്പോൾ യൊറോബയാം ആരാ? അസല് ദൂത് കേട്ട് രാജകീയ അധികാരത്തിലേക്ക് ദൈവം നേരിട്ട് അപ്പോയിൻ്റ് ചെയ്തതാണ്. യഹൂദ ഗോത്രത്തിന് ശിക്ഷ കൊടുത്തുകൊണ്ട് അവരുടെ രാജകീയ അധികാരത്തെ കീറി മുറിച്ച് 10 ഗോത്രം, 1ഉം 2ഉം ഒന്നുമല്ല, 10 ഗോത്രത്തെ യൊറോബയാമിന് കൊടുത്തു. അപ്പോൾ അർഹതയില്ലാത്ത സ്ഥാനത്ത് നേരത്തെ മിസ്രൈമിലെങ്ങാണ്ട് ചായ അടിച്ച് കിടന്നതാണ്, ചായക്കടയിലേ മിസ്രൈമിലെങ്ങാണ്ട് കറങ്ങി കിടന്നതാണ്. അവിടെ നിന്ന് മടങ്ങി വന്ന് ഇവനെ ഈ പറഞ്ഞ നിലയിൽ ഈ വലിയ പദവിയിലേക്ക് വലിയവനായ ദൈവം ഉയർത്തി അങ്ങനെ ഇരുത്തി കഴിയുമ്പോൾ ആ ഇരുന്ന സ്ഥലത്തെക്കുറിച്ച് വലിയ സ്ഥലകാല ബോധമില്ലാതെ പോയി. ഈ യൊറോബയാമിനെ ഓർക്കുമ്പോൾ എനിക്ക് പെന്തിക്കോസുകാരെ ഓർമ്മ വരുന്നത്. അതെന്തെന്ന് ചോദിച്ചാൽ, ഇന്നലെ പ്രസംഗിച്ച ദൈവദാസനും ആ കാര്യം സൂചിപ്പിച്ചു. എഫേസ് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, പക്ഷെ കണ്ണു തുറന്നിട്ട് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ. എഫേസ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചിങ്ങനെ കിടക്കുകയാണ് ആ ചേറ്റുകുഴിയിൽ. അവിടെ നിന്ന് വലിയവനായ ദൈവം, അതായത് കരുണാസമ്പന്നനായ ദൈവം തൻ്റെ മഹാസ്നേഹനിമിത്തം നീട്ടിയ ഭുജത്താലും വീര്യമുള്ള കരത്താലും ആ പടുകുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഹെവൻലി റെലംസിൽ സ്വർഗ സ്ഥലങ്ങളിൽ ഇരുത്തിയെന്ന വായിക്കുന്നത്. സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി, അവിടെ ഇരുത്തിയിട്ടാണ് പറയുന്നത്. സ്വർഗാദി സ്വർഗത്തിലിരിക്കുന്ന ദൈവം പറയാണ്, മേലാൽ ഉയരത്തിലുള്ളത് മാത്രം ചിന്തിച്ചോളാൻ. അന്നേരം അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ നാടൻ പെന്തിക്കോസ് അവർ താഴേക്കൂടെ പോകുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ടും കേട്ടും അതിൻ്റെ എണ്ണം എടുത്ത് അതിൻ്റെ പരിപാടികളൊക്കെ ആയിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇരിക്കുന്നത് എവിടെയാണെന്ന് യാതൊരു സ്ഥലകാല ബോധവുമില്ല. ഇവനെ ഉത്തുംഗ ശൃംഗത്തിൽ കയറ്റി ഇരുത്തിയിരിക്കുക. ആരെ? യൊറോബയാമിനെ മാത്രമല്ല, പെന്തിക്കോസുകാരെ ഇരുത്തിയില്ലേ.
പെന്തിക്കോസുകാരെ രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ് കേട്ടോ, എല്ലാ പെന്തിക്കോസിൻ്റെ അല്ല. അയ്യോ ആ ചർച്ചിലെ രജിസ്ട്രി പേരുണ്ട്, ഈ ചർച്ചിലെ രജിസ്ട്രി പേരുണ്ട്, നോക്കട്ടെ രജിസ്ട്രി പേരുള്ളവരൊക്കെ ഉണ്ടോ നോക്കട്ടെ ഇവിടെ. അയ്യോ രജിസ്ട്രി പേരുള്ള ഒത്തിരി പേരുണ്ട്. ഓക്കെ സ്വോത്രം. അപ്പോൾ ആ ചർച്ചിൻ്റെ രജിസ്ട്രി പേരുണ്ട്, ഈ ചർച്ചിൻ്റെ രജിസ്ട്രി പേരുണ്ടെന്നൊക്കെ പറഞ്ഞ് ആളുകൾ വീമ്പളക്കും. അതുകൊണ്ട് കാര്യമില്ല. വാസ്തവമായും വീണ്ടും ജനനാനുഭവത്തിലേക്ക് വന്നവർ അവരെ സ്വർഗ്ഗതലങ്ങളിലാണ് ഇരുത്തിയിരിക്കുന്നത്, ഹെവൻലി റെലംസിലാണ് ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആളുകൾ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഈ മെസ്സേജ് കൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം, സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? കാര്യം മനസ്സിലായല്ലോ. പാപത്തിൻ്റെ പടുകുഴി കിടന്ന നമ്മെ ഹെവൻലി റെലംസിൽ ഇരുത്തിയിരിക്കുകയാണ്, സ്വർഗ്ഗതലങ്ങളിൽ. നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ച് താഴേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഇനിയും പ്രകാശിക്കണമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഓൾറെഡി ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതാണ് കേട്ടോ, കണ്ണ് തുറന്നതാണ്. ആരുടെ? എഫെസോസിലുള്ള വിശുദ്ധന്മാരുടെ എല്ലാവരുടെയും കണ്ണ് അടഞ്ഞു കിടക്കുക എന്നല്ലേ വചനം പറയുന്നത്. അപ്പോൾ സുവിശേഷം കേട്ടപ്പോൾ അവരുടെ കണ്ണ് തുറന്നു വന്നു. തുറക്കപ്പെട്ട കണ്ണും വെച്ചുകൊണ്ടാണ് അവർ ഈ മുൻപോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ല. ഇരുത്തിയിരിക്കുന്ന ഹെവൻലി റെലംസ് അത് 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ ആ കാര്യം എഴുതിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥന കിടക്കുന്നത് എന്താ? എൻ്റെ ദൈവമേ ഇവരുടെ കണ്ണൊക്കെ ഒന്ന് വേണ്ട വിധത്തിൽ തുറന്നു കൊടുക്കണമെന്ന്. അതായത് ഇനിയും പ്രകാശിക്കണമെന്ന്. നമ്മുടെ സമാഗമന കൂടാര പഠനത്തോടുള്ള ബന്ധത്തിൽ നമ്മളത് വിശദമായി പഠിച്ചവരാ. അതായത് പ്രാകാരവാതിൽ തുറന്നപ്പോൾ നമ്മൾ യാഗപീഠത്തിൻ്റെ കാഴ്ച കണ്ടു, രക്ഷാനുഭവങ്ങളിലേക്ക് കടന്നു വന്നു, ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രൈമറിയിലേക്ക് നമ്മൾ കടന്നു വന്നു, ശൈശവാവസ്ഥയിലേക്ക് കടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുമ്പിൽ കൂടാരമറശീലയുണ്ട്, ഹോളി പ്ലേസിൻ്റെ അനുഭവത്തിലേക്കുള്ളൊരു പ്രവേശനം. അതിന് കൂടാരമറശീല മാറണം. ആ കൂടാരമറശീല മാറി നമ്മൾ ആ വിശുദ്ധ സ്ഥലത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ് സ്വർഗീയ നിക്ഷേപങ്ങളൊക്കെ കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്നത്, അല്ലേ? സ്വർഗീയ കലവറയല്ലേ തുറക്കുന്നത്? വെളിപ്പാടിൻ്റെ കലവറകളാണതെല്ലാം. ദൈവ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 33-ലോ മറ്റോ ആണെന്നാണ് തോന്നുന്ന ഒരു വാക്യമുണ്ടല്ലോ, 6 നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കുമെന്ന്. അതായത് ദഹിപ്പിക്കുന്ന ഈ അഗ്നിയായവൻ്റെ അടുക്കൽ, നിത്യദഹനങ്ങളുടെ അടുക്കൽ, ആ വിശുദ്ധമായ അനുഭവത്തിൽ ആര് പാർക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകൂടെ കടന്നുള്ളൊരു പടിയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ അടുത്ത ഒരു സ്റ്റെപ്പാണ്. അതൊരു ഉയർന്ന തലമാണ്, ഉയർന്നൊരു ആത്മീയ തലമാണത്. അപ്പോൾ ആ ഉയർന്ന ആത്മീയ തലത്തിലേക്ക് വരണമെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. വാസ്തവമായിട്ടും അങ്ങനെയല്ലേ? ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പണ്ടെങ്ങാണ്ടൊരിച്ചിരി കണ്ണ് തുറന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണ് തുറക്കുമ്പോഴാണ് താൻ ആരെന്ന് തിരിച്ചറിയുന്നത്, ഇരിക്കുന്ന ഇടത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയുന്ന, ആകെപ്പാടുകൂടി ആൾ മാറുകയാണ്, അല്ലേ? ആളങ്ങ് മാറുകയാണ്. വിളിച്ചിരിക്കുന്ന വിളിയെക്കുറിച്ചും ലഭിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചും അങ്ങനെ 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 തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കിരീടങ്ങളെയെല്ലാം ഓർക്കുമ്പോൾ, കിരീടത്തിന് വേണ്ടിയല്ല കേട്ടോ, കിരീടത്തിന് വേണ്ടിയല്ല, അതൊക്കെ വന്നോട്ടെ, അതിലൊക്കെ അപ്പുറമായി ദൈവസ്നേഹത്തിൽ നിറയപ്പെട്ട് ദൈവിക പദ്ധതികളും കാര്യപരിപാടികളും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മുന്നേറ്റം നയിക്കേണ്ടതുണ്ടല്ലോ. അതിന് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. എഫേസ്യ സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞ വാക്യമാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നാം തിരിച്ചറിയേണ്ടതുണ്ട് എവിടെയാണ് ഇപ്പോഴെന്നുള്ളത്. യെരൊബെയാം തിരിച്ചറിഞ്ഞില്ല. ഞാനതാ പറഞ്ഞത്. ആ പ്രിയപ്പെട്ടവനോട് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. അവൻ തിരിച്ചറിഞ്ഞില്ല. ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത കോപമാണ് ജ്വലിച്ചത്. അതായത് ഒരു സാധ്യതയില്ലാത്ത, അങ്ങനെയല്ലല്ലോ, അതായത് ഒരു അർഹതയില്ലാത്ത സ്ഥാനത്താണ് യെരൊബെയാമിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത്. എന്നിട്ട് അവൻ അതിനോട് നീതി പുലർത്തിയില്ല. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ഈ മലയാളക്കരയിലെ ക്രൈസ്തവ ലോകത്തെയൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ അതങ്ങനെ ഉരുണ്ടും പെരണ്ടും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ പോയപ്പോൾ വലുവനായ ദൈവം പല മിഷണറിമാരെ നമ്മുടെ നാട്ടിലേക്കൊക്കെ അയച്ച് സുവിശേഷം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊന്നും കേട്ടിട്ടില്ലാത്ത ആത്മീയ സത്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ ബലിമരണത്തിലൂടെ ഒഴുകിയ ആ രക്തം നമ്മെ ശുദ്ധീകരിക്കുമെന്നും ആ ബലിമരണത്തിൽ വിശ്വസിക്കുന്നവന് നീതീകരണം ലഭിക്കുമെന്നും ഒക്കെയുള്ള വലിയ വെളിപ്പാടുകൾ മലയാളക്കരയിൽ വന്ന് ദൈവത്തിൻ്റെ അഭിഷിക്തന്മാർ പ്രസംഗിച്ചു. പല രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് കടന്നു വന്നു, അമേരിക്കയിൽ നിന്ന് കടന്നു വന്നു, ജർമ്മനിയിൽ നിന്ന് കടന്നു വന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഈ മലയാളക്കരയിലേക്ക് ദൈവം തൻ്റെ ദാസന്മാരെ അയച്ചു. ജർമ്മനിയിൽ നിന്നൊക്കെ ഇവിടെ കടന്നു വന്ന മിഷണറിമാർ സുവിശേഷം അറിയിച്ചെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഒരു വിദ്വാനെ ജർമ്മനിലേക്ക് അയച്ചിട്ടുണ്ട്. ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ, സൈഡ് പറ്റി ഇരിപ്പുണ്ട്. അപ്പം അവിടെ ചെന്നിട്ട്
ഇങ്ങോട്ട് വന്ന ചായ്പന്മാരുടെ കൊച്ചുമക്കൾ അവിടെയുണ്ട്, അവരോടൊക്കെ മര്യാദയ്ക്ക് സുവിശേഷമൊക്കെ പറഞ്ഞ് അവരുടെ മുമ്പിൽ ജീവിച്ചോളണം. അല്ലാതെ ജർമ്മനി ചെന്നു അയ്യോ ഇവിടെ നല്ല തണുപ്പാണ് എന്നൊന്നും പറഞ്ഞ് മഞ്ഞ് പെയ്യുന്നൊന്നും പറഞ്ഞ് രോമാഞ്ചം കൊള്ളരുത്. അതൊക്കെ അവിടെ പെയ്തോട്ടെ. അതിനിടയിൽ നമ്മുടെ ആൾക്കാരെ വിട്ടിട്ടുണ്ട്, ന്യൂസിലാൻഡിന് വിട്ടിട്ടുണ്ട്, ഓസ്ട്രേലിയക്ക് വിട്ടിട്ടുണ്ട്, പിന്നെ ഇറ്റലിക്കാരനോട് ഇരിപ്പുണ്ടോ? ഇറ്റലിക്കാരനെ വിട്ടിട്ടുണ്ട്, പിന്നെ എവിടെയാ കാനഡക്കാരനെ വിട്ടിട്ടുണ്ട്, അമേരിക്കക്കാരനെ വിട്ടിട്ടുണ്ട്, അറബിയുടെ അടുക്കിലേക്ക് വരെ നമ്മൾ ആളെ വിട്ടിട്ടുണ്ട്. മലയാളക്കരയിൽ നിന്ന് നമ്മളെല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ആൾക്കാരെ വിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നവരുടെ കാര്യം ഞാൻ എങ്ങനെയാണ് പറഞ്ഞത്? അവരെല്ലാം മിഷണറി വീരന്മാരായിട്ട് ഇവിടെ വന്നു, ഇവിടുത്തെ സംവിധാനങ്ങളെയെല്ലാം മാറ്റിമറിച്ചു. നാഗൽ സാഹിബ് കുന്നംകുളത്ത് വന്ന്, കുന്നംകുളത്തെയല്ല മലയാളക്കര ആകമാനം അടിമുടി മാറ്റിമറിച്ചില്ലേ? നമ്മുടെ ആൾക്കാർ അവിടെ ചെന്നതിന് ശേഷം അവിടെ ഒന്നും അവർ മാറ്റിമറിക്കുന്നില്ല. ന്യൂസിലാൻഡിൽ ഒരു പ്രത്യേകിച്ച് അത്യത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല, ഓസ്ട്രേലിയയിൽ നടക്കുന്നില്ല, ജർമ്മനി നടക്കുന്നില്ല, പിന്നെ ഈ പറഞ്ഞ ഒരു സ്ഥലങ്ങളിലും അത്യത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല. ചിന്തിക്കേണ്ട പോയിന്റ് അത്. ഞാൻ ഇത്രയും ചിന്തിച്ചല്ല രാവിലെ ഇത് ഓൺ ചെയ്തത്. എൻ്റെ പൊന്നെ, അവിടെ നിന്നൊക്കെ മിഷണറിമാരും മലയാളക്കരയിൽ വന്നെന്ന് ഒരു 100 കൊല്ലം പുറകിലത്തെ കാര്യമാണ്. അപ്പം 100 കൊല്ലത്തിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ആളുകളെ അയക്കുക. അതെന്തിനാ? അത് ഉപജീവനത്തിന് വേണ്ടി മാത്രം. അതൊരു സങ്കടകരമായ കാര്യമാണ്. അപ്പോൾ അവരൊന്നും ഇങ്ങോട്ട് വന്നവർക്ക് ഉപജീവനം ഇല്ലായിരുന്നോ? അവർക്കെല്ലാം ഉപജീവനവും ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സ്റ്റൊമക്ക്, ഒരു ചാൺ വയറ്, അത് അവർക്കും ഉണ്ടായിരുന്നു, നമുക്കും ഉണ്ട്. അവരാ ഒരു ചാൺ വയറും വെച്ചുകൊണ്ടാണ് ഈ മലയാളക്കരയിലേക്ക് വന്നത്. സ്വർഗത്തിലെ ദൈവം അവരെ പോറ്റി പുലർത്തി, അവരുടെ തലമുറകളെയൊക്കെ പോറ്റി പുലർത്തി. ഞാനീ പറഞ്ഞത് ആരും പാസ്റ്ററാകാൻ വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ. അങ്ങനെ പെട്ടെന്ന് എവിടെയെങ്കിലും ടൈലറിങ് ഷോപ്പിൽ പോയിട്ട് പാസ്റ്ററുടെ ഉടുപ്പ് തയ്ച്ചു തരാൻ പറഞ്ഞാൽ അവർ തയ്ച്ചു തരില്ല. അങ്ങനെയൊന്നും നമുക്കാകാൻ കഴിയില്ല. അതല്ല വിഷയം, അതൊന്നുമല്ല വിഷയം. നമ്മൾ വിറ്റ്നസ് ആയിരിക്കണം, ഹോളി ലൈഫ് നയിക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഏതൊരു പാസ്റ്ററേക്കാളും നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. എത്രയോ പാസ്റ്റർമാരെ ഇത് ചുമ്മാ ഒരു തൊഴിൽ പോലെ കൊണ്ടുനടക്കുന്നു. അതേസമയം നിങ്ങളൊരു ഹോളി ലൈഫ് നയിക്കുകയാണെങ്കിൽ, വിശുദ്ധ ജീവിതം, അതുപോലെ നിങ്ങൾ ഈ തിരിച്ചറിവിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പ് ഹെവൻലി റെലംസിലാണ്, നിങ്ങൾ സഞ്ചരിക്കുന്ന ടെമ്പിൾസാണ്, മൊബൈൽ ടെമ്പിൾസാണ്. ആ സഞ്ചരിക്കുന്ന കൂടാരങ്ങളിൽ ദൈവത്തിൻ്റെ പെട്ടകമുണ്ട്, ദൈവത്തിൻ്റെ യാഗപീഠമുണ്ട്. അതായത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നവരാണെന്നുള്ള ആ ബോധ്യം നമ്മെ ഭരിക്കുന്നുണ്ടെങ്കിൽ, വിസ്മയങ്ങളല്ലേ സഹോദരങ്ങളെ? ചിലർ പറയുന്നില്ലേ വിസ്മയമാണെന്നൊക്കെ. ആ വിസ്മയമല്ല, ഇത് വിസ്മയമാണ്. നമ്മെ സംബന്ധിച്ച് ഈ പദവികളും ഈ സാഹചര്യങ്ങളെല്ലാം വിസ്മയം തന്നെയാണ്, വിസ്മയം തന്നെയാണ്. യെരൊബെയാമിന് അത് മനസ്സിലായില്ല. യെരൊബെയാമിനെ വിട്ടേക്കാം, ആ ഭാഗം തന്നെ നമുക്ക് മൊത്തത്തിൽ വിട്ടേക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്നാ സഹോദരങ്ങളെ, ദൈവവചനത്തിനും വ്യവസ്ഥയ്ക്കും നിരക്കാത്തതായ ഐക്യങ്ങളൊന്നും ദൈവം അംഗീകരിക്കില്ല. അതുപോലെ തന്നെ ഉണർവെന്നൊക്കെ ഇന്ന് പറഞ്ഞു കൂട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അതൊന്നും ദൈവം അംഗീകരിക്കുന്ന കാര്യങ്ങളല്ല. ദൈവത്തിൻ്റെ വചനത്തിനും പ്രമാണത്തിനും ഒത്തുപോയില്ലെങ്കിൽ ഇവിടുത്തെ ക്ലാസിക്കൽ പെന്റിക്കോസ്റ്റ് എന്ന് പറയുന്ന ആ സമൂഹത്തിന് സംഭവിച്ച അപജയം ഭയങ്കരമാണ്. കാരണം അത് ന്യൂ ജനറേഷനിലേക്ക് എങ്ങനെ മെർജ് ചെയ്യാനുള്ള പ്ലാനിലാണ്. രണ്ടും കൂടെ ഒന്നായി തീരുകയാണ്, രണ്ട് നദി ഒന്നായി തീരുന്ന പോലെ. രണ്ടും കൂടെ ഒന്നായി തീർന്നിട്ട് പണ്ട് കാലം മുതൽ നമ്മൾ ഉയർത്തിപ്പിടിച്ച ദൈവശാസ്ത്ര ചിന്തകളും അതുപോലെ മൂല്യങ്ങളും അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്. ആ കാര്യങ്ങളെല്ലാം നമ്മൾ അടിയറ വെച്ചിട്ട് അവർ പറയുന്നതിനൊപ്പം തുള്ളുന്ന ഒരു ലോകത്തിലേക്ക് നമ്മുടെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷകരൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇതിനിടയിൽ ഒരു കാര്യം കൂടെ പറയാം. കഴിഞ്ഞ ആഴ്ച ഞാൻ മെസ്സേജിനിടയ്ക്ക് ആ കാര്യം സാറ്റർഡേ ഈവനിങ്ങിൽ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഡേയിൽ, അതായത് കഴിഞ്ഞ സൺഡേയിൽ നമ്മൾ ഒത്തുകൂടുന്ന സമയത്ത് അല്പമായിട്ട് പറയാനായിട്ട് വെച്ചൊരു കാര്യമുണ്ട്. അതൊന്നും പറയാൻ പറ്റിയില്ലെന്നുള്ളതാണ് സത്യം. അതായത് റാന്നി എന്ന് പറയുന്ന വിസ്തൃതമായ ദേശത്ത് CSIയിലെ ഒരു ബിഷപ്പ് വന്ന് ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു പ്രത്യേക ഒരു സെൻറ്റനറി മീറ്റിങ്ങിൽ, സിൽവർ ജൂബിലിയോ ഗോൾഡൻ ജൂബിലിയോ എന്തോ ഒരു ജൂബിലിയിൽ, അവരുടെ ആ മീറ്റിങ്ങിനകത്ത് ഈ ബിഷപ്പ് കടന്നു വന്ന് അവിടെ ആശംസയും, അത് ശരിക്കും ഒരു അനുശോചനമായി മാറിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് വലിയ വിവാദമായി തീർന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളും വാദങ്ങളും എതിർവാദങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നു. അതിന് നടുവിൽ ചില കാര്യങ്ങൾ ഞാനും ഇങ്ങനെ പറഞ്ഞു പോയായിരുന്നു, 1-2 സെൻറ്റൻസ്. എന്നാൽ അതിനോടനുബന്ധിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ, അതെന്തിനെന്ന് ചോദിച്ചാൽ,
തുടക്കത്തിൽ പറഞ്ഞ പോലെ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടാണ്. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസവും നമ്മുടെ മൂല്യങ്ങളും നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ബിഷപ്പ് കടന്നു വന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ, സംസാരിച്ചെല്ലാം മണ്ടത്തരങ്ങളാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വേഷഭൂഷാദി കാര്യങ്ങൾ അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വേഷഭൂഷാദി വിഷയങ്ങളെക്കുറിച്ച്. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ശങ്കല ബരബര ശാലേ മാരാ റംബാര ബാ ശാലേ ബാര ഉഷര ബരബര ശങ്കല ബരബര ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. receive the power of the Holy Spirit, divine healing touchil ചെങ്കടൽ മാറി പോകുന്ന പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി ഈ വിശുദ്ധ ആലയത്തിന്റെ 50-ാം വർഷത്തിൽ ചെങ്കടൽ വറ്റട്ടെ, അനേക അസ്ഥികൾക്ക് ജീവൻ വരട്ടെ. ചങ്ങലയിട്ട അപ്പസ്തലന്മാർ ആരാധിച്ചപ്പോൾ തനിയെ പറ്റിയതുപോലെ സഭയുടെ കേസുകൾ അവസാനിക്കട്ടെ. എന്റെ ഭാര്യ അന്ന് പറഞ്ഞു, നിങ്ങൾക്കൊരു വെള്ളക്കുപ്പായിട്ടുണ്ട് പോകാൻ മേലെ, പെന്തിക്കോസുകാരുടെ കല്യാണമല്ലേ. അപ്പം ഞാൻ ആ പെണ്ണ് കെട്ടിച്ച അച്ചക്കുഞ്ഞിൻ്റെ മോള് ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ പറയുന്നത് കേൾക്കണമെന്ന് പറയാനായിട്ട് ഞാനൊന്ന് പറഞ്ഞത്. അപ്പം എന്നോട് ഒതുക്കത്തിൽ പറഞ്ഞു, റാന്നി വരുമ്പോൾ ഒരു വെള്ളം ഇട്ടുകൊണ്ട് വന്നാൽ നല്ലതാണ് കേട്ടോ. CSIയുടെ കുപ്പായം വെള്ളയാണ്, ഈ ചുമന്ന കെട്ടും ഈ മാല ഒരു ചുമന്ന ചരടേ ഉള്ളൂ. CSI ബിഷപ്പ് എന്ന് പറഞ്ഞാൽ വലിയ പുള്ളിയൊന്നുമല്ല, ഒരു വണ്ണമന്തം, ഒരു വൈദികനിൽ നിന്നും അല്പം മാറി, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ഇട്ട് അങ്ങ് അലങ്കരിച്ച് ഇത് അല്പം കഴിഞ്ഞാൽ ഞാൻ മാർത്തോമാ സഭയുടെ കൊട്ടാരക്കര ഭദ്രാസന ബിഷപ്പിന്റെ ട്രാൻസ്ഫറാണ്. വൈകിട്ട് ഗോവ ഗവർണർ പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിന് പ്രസംഗിക്കണം. അപ്പോൾ ചിലപ്പോൾ ഞാൻ കളറൊന്നും മാറ്റും, കാരണം അവരെ പേടിപ്പിക്കണമല്ലോ. ഇതെല്ലാം ഒരു ഷോയാ. ലോകത്തിൽ ഒരുത്തനെയും വിശ്വസിക്കരുത്, കൂടെ നിൽക്കുന്നവനെ പോലും വിശ്വസിക്കരുത്. ഇവൻ എപ്പോഴാണ് മാറുന്നതെന്ന് അറിയത്തില്ല. നക്കാപ്പിച്ചാക്കി മാറുന്നവനാ മലയാളി, അത് കുറിയാരി ക്രിസ്ത്യാനിയാണെ പറയുകയും വേണ്ട. ഹല്ലേലൂയ. വാട്സപ്പും ഫേസ്ബുക്കും അതിലൊക്കെ ഉഗ്രൻ പാർട്ടികളുണ്ട്. എന്താ മിടുക്കന്മാരാണെന്നറിയാമോ? ഒരു പാസ്റ്ററെ കൊന്നു മുടിക്കാൻ അവനറിയാം, കറക്റ്റ് കാര്യങ്ങൾ അറിയാം. ബിഷപ്പിനെ അച്ഛനെ അപമാനിക്കാൻ. നീ ഒരൊറ്റ ദൈവദാസനെതിരായിട്ട് വരുന്ന ഒരൊറ്റ ന്യൂസ് നീ വാട്സപ്പിൽ വായിച്ചാൽ ആ എഴുതുന്നവന്റെ പാപത്തിന്റെ ശാപം പോലെ നിന്റെ കുടുംബത്തെയും ബാധിക്കും. അവൻ എന്ത് വായിക്കോട്ടെ, ഞാനും നിങ്ങളും ദൈവത്തോട് കണക്ക് പറയേണ്ടവരാണ്. അല്ല, ഞങ്ങളുടെ കീഴാറ്റിങ്ങൾ ക്രിസ്മസ് പ്രോഗ്രാമായിരുന്നു. ഒരു 500 ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അവരെല്ലാവരും വന്ന് ഇതിനു വേണ്ടി മുത്തി ഒരു 500 ഹിന്ദുക്കൾ. അവരാരും ഞാൻ എന്റെ സഭയെ ചേർക്കില്ല, കാരണം അവൻ സഭയെ വന്ന ഇവിടുത്തെ വഴക്കും ഇവിടുത്തെ പൊളിറ്റിക്സും കണ്ട് അവൻ നരകത്തിൽ പോകും. ഇപ്പൊ ആണ് അവന്റെ വിശ്വാസം, അവൻ സ്വർഗത്തിൽ പോയിക്കോളും. ഹല്ലേലൂയ. എന്റെ ഈ മോതിരം തൊട്ടതോടെ അവന്റെ സ്നാനമായി അവന്റെ കൺഫർമേഷൻ ആയി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവൻ ഇവിടെ വന്നാൽ ഇവനെ നശിപ്പിച്ച് ഇവന്റെ തൊലി ഉരിപ്പിച്ച് വിടും നമ്മുടെ വിശ്വാസി. കുറെ മതിലേക്ക് അടിച്ച ക്രിസ്ത്യാനി, കള്ള ക്രിസ്ത്യാനി, നീ പോകുകയില്ല, നീ ഒരുത്തരെ വിടുകയില്ല. സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ കണ്ട ഈ വീഡിയോ റാന്നിയിലുള്ള ചർച്ച് ഓഫ് ഗോഡിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹാളിൽ വെച്ച് CSIയിലെ ബിഷപ്പ് ഉമ്മൻ ജോർജ് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണമാണ്. അതിൻ്റെ ഒരു എഡിറ്റ് ചെയ്ത, അത് ദീർഘമായ ഒരു പ്രസംഗം തന്നെയാണ്. എനിക്ക് തോന്നുന്ന ഒരു ഹാഫ് ആൻ അവറിനടുത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത്. അതിൻ്റെ ഒരു 5 മിനിറ്റ്സേ നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളൂ, 5 മിനിറ്റ്സ് പോലും കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു പോകുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് അധികം പറഞ്ഞിട്ടില്ല, ആ ഫുൾ വീഡിയോയ്ക്കകത്താണ് അധികം കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ ആ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രാഥമികമായി ഞാനൊരു കാര്യം പറയാം. അവിടെ ആ കസേരയിലിരുന്ന ആളുകൾ അവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് ചില ജോക്കർമാരെ പോലെയാണ് പെരുമാറിയത്. അത് വലിയ സങ്കടകരമായ കാര്യമാണ്. അവരാരാ? നമ്മളുടെ വീക്ഷണത്തിൽ അവർ കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരും, അത് കഴിഞ്ഞ് എന്നാൽ അഹ്റോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ ശുശ്രൂഷ ഏറ്റെടുക്കുന്നില്ലെന്ന് നമ്മൾ കാണുന്നത് പോലെ വലുവനായ ദൈവം തൻ്റെ ഉദ്യോഗ വൃന്ദത്തിലേക്ക്, 5-fold മിനിസ്ട്രിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് അവർ. എഫേസ്യ ലേഖനത്തിൽ പറയുന്ന കുഞ്ഞാടിൻ്റെ കാന്തി ഒരുക്കുവാൻ അവിടെ നിന്ന് ആക്കി വെച്ചിട്ടുള്ള 5 വിധ ശുശ്രൂഷകരിൽപ്പെട്ടവരാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. ഈ പറയപ്പെട്ട ബിഷപ്പ് പറഞ്ഞ നേരം പോക്കുകളും തമാശകളും ശേലില്ലാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ കേട്ടിട്ട് കൈയടിക്കാനും, വിശേഷിച്ച് അതിനകത്ത് പഞ്ഞിക്കുടം പോലെ നരച്ചൊരു പാസ്റ്റർ ഇരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്തോ KC എന്നോ PC എന്നോ DC എന്നോ KC എന്നോ MC എന്നോ അങ്ങനെ എന്തോ. അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്ന് ഞാൻ ഒരു സഹോദരനോട് ഈ യെരൊബയാമിൻ്റെ കാര്യം പറഞ്ഞത്. യെരൊബയാം അർഹതയില്ലാത്ത സ്ഥാനത്താണ് യെരൊബയാമിനെ ഇരുത്തിയത്. അതുപോലെ ഇദ്ദേഹത്തെയൊക്കെ അങ്ങനെ അർഹതയില്ലാത്ത സ്ഥാനത്ത് ഇരുത്തിയിരിക്കുക. പക്ഷേ വലിയവനായ ദൈവത്തോട് ആലോചന ചോദിക്കാതെ യോശുവ ഗിബിയോന്യരുടെ പുട്ടും കടലയും മേടിച്ച് തിന്നെന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹം ഇങ്ങനെ ഒരാളെ ഈ വേർപെട്ട ദൈവജനത്തിൻ്റെ നടുവിലേക്ക് വിളിച്ചുകൊണ്ട് വരേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിൽ നിന്നൊരു ആശംസയോ അദ്ദേഹത്തിൽ നിന്ന് എന്ത് കേൾക്കാനാണ് നമുക്ക്?
അദ്ദേഹത്തിൽ നിന്നൊരു ബുദ്ധി ഉപദേശം വേർപെട്ടവർക്ക് കേൾക്കാനില്ല. ഞാൻ സ്പഷ്ടമായിട്ടാണ് പറയുന്നത്, വേർപെട്ട ദൈവജനത്തിന് ഈ പറയപ്പെട്ട ആളുകളിൽ നിന്ന് ഒന്നും കേൾക്കാനില്ല. APJ അബ്ദുൽ കലാമിനെ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്സ് കേട്ട് പഠിക്കാനുണ്ട്, കാരണം നമുക്ക് ഫിസിക്സിൻ്റെ എല്ലാ വശങ്ങളും അറിയില്ലല്ലോ. പിന്നെ വേറെ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെയാണ് വിളിച്ചു വരുത്തുന്നതെങ്കിൽ സംസ്കൃത സംബന്ധിയായ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കാനുണ്ട്. ആത്മീയ വിഷയങ്ങൾ ഇദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എന്ത് കേൾക്കാനാണ്? ഇദ്ദേഹത്തിൽ നിന്ന് കേൾക്കാൻ ഒന്നാമത്തെ കാര്യം, അദ്ദേഹം വിളിക്കപ്പെടാത്തൊരു ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അവരുടെ ആ വലിയ സമൂഹം ചിന്തിക്കുന്നുണ്ടാവും അവർ ദൈവിക ശുശ്രൂഷകളാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ നമുക്കങ്ങനെ വിശ്വസിക്കാൻ കഴിയില്ല. നമ്മെ സംബന്ധിച്ച് ഒരുവൻ ദൈവിക ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പഠനം ഓർത്തേ, യെരുശലേമിൻ്റെ മതിലിൻ്റെ ചുറ്റും 12 വാതിൽ. അതിൽ ഒന്നാമത്തെ വാതിൽ ഏതാ? ആറ്റിൻ വാതിൽ അഥവാ ഷീപ്പ് ഗേറ്റ്. രണ്ടാമത്തെ വാതിൽ ഏതാ? ഫിഷ് ഗേറ്റ് അഥവാ മീൻ വാതിൽ. ആ വിഷയങ്ങളെല്ലാം നമ്മൾ അപഗ്രഥിച്ച് പഠിച്ച് മുന്നോട്ട് വരികയായിരുന്നു. അതിനിടയിലാണ് ഇസ്രായേലിൻ്റെ യുദ്ധമൊക്കെ വന്നത്. നമ്മൾ അങ്ങനെ കാര്യങ്ങൾ പെൻഡിങ്ങിലാക്കി വെച്ചു. അതിലേക്ക് നമുക്ക് മടങ്ങി പോകേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ? ആദ്യത്തെ വാതിൽ ആറ്റിൻ വാതിലാണ്. ഒരുവൻ രക്ഷാനിർണയം പ്രാപിക്കണം. കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ കഴുകൽ പ്രാപിക്കണം. കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണത്തിലൂടെ ഒരു ദൈവവൈതൽ എന്ന നിലയിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. അങ്ങനെ അവൻ വിശ്വാസ സ്നാനത്തിന് ചൂടുവെക്കണം. അത് അടുത്ത പടി പറഞ്ഞോളാം. അവൻ വിശ്വാസ സ്നാനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണം. അതുപോലെ ഈ പറയപ്പെട്ട നിലയിൽ കാത്തിരുന്ന ആത്മസ്നാനമൊക്കെ പ്രാപിച്ച് ശുശ്രൂഷയിലേക്ക് കടന്നു വരണം. അതുകൊണ്ടാണ് അടുത്ത വാതിലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മീൻ വാതിൽ എന്ന് പറഞ്ഞത്. അതായത് നമ്മുടെ കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്ന മീൻപിടുത്തക്കാരനാക്കാമെന്ന്. മനുഷ്യരെ പിടിക്കാൻ പോകണമെങ്കിൽ അവൻ ആദ്യം ആറ്റിൻ വാതിലിലൂടെ കടന്നു വരണം, രക്ഷാനിർണയം പ്രാപിക്കണം, വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം. കൊലോസ്യ ലേഖനം 3:1 പറയുന്ന പോലെ, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അവിടെ വലിയ അർത്ഥങ്ങളില്ലേ? പാപസംബന്ധമായി മരിച്ചവനായ ഒരുവൻ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് പ്രാപിക്കണം. ആ ഉയർപ്പ് എപ്പോഴാണ് സംഭവിക്കുന്നത്? വിശ്വാസ സ്നാനത്തിലല്ലേ സംഭവിക്കുന്നത്. അപ്പം മേലാൽ സംഭവിക്കാൻ പോകുന്ന ഉയർപ്പെന്ന് പറയുന്നത് അത് ശരീരത്തിൻ്റെ ഉയർപ്പാണ്. അതല്ലാതെ ഇന്ന് ആത്മീയമായൊരു ഉയർപ്പുണ്ട് ഒരു ദൈവവൈതലിന്. അവൻ രക്ഷിക്കപ്പെട്ടു. അടുത്തപടി അവൻ വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ ജലക്കല്ലറയിൽ അവൻ്റെ പഴയ മനുഷ്യനെ, ആദാമിലുള്ള ആ മനുഷ്യനെ അടക്കുന്നു. ആ കല്ലറയിൽ നിന്ന് പരിശുദ്ധാത്മ ശക്തിയാൽ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാൻ ഒരു പുതുമനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. പുനരുദ്ധാന ശക്തിയിൽ അവിടെ ഒരു പുനരുദ്ധാനം സംഭവിക്കുകയാണ്. അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുകയാണ്. അത് വെച്ചിട്ടാണ് പൗലോസ് കൊലോസ്യരോട് പറഞ്ഞത്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ. അത് പറയാൻ കാരണം എന്നാ? റോമാലേഖനം 6-ാം അധ്യായത്തിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളെ വിവരിക്കുന്ന എന്താ? ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന നിലയിലാണ് ആ മാമോദീസയെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ മരണം, ആ മരണത്തോട് താതാത്മ്യം പ്രാപിക്കുന്നു. അടുത്ത് അവൻ്റെ ഉയർപ്പ്, ആ ഉയർപ്പിനോട് താതാത്മ്യം പ്രാപിക്കുന്നു. അങ്ങനെ ഉയർത്തു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. നിങ്ങൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ? ആദ്യപടി ഒരുവൻ രക്ഷാനിർണയം പ്രാപിക്കണം, വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം, പിന്നെ ആത്മസ്നാനം പ്രാപിക്കണം. അങ്ങനെ വിശുദ്ധ ജീവിതം നയിക്കുന്ന സാക്ഷ്യമുള്ള ആത്മനിറവുള്ള ഒരുവനാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടത്. ഇറങ്ങിത്തിരിക്കുകയല്ല, കർത്താവ് അങ്ങനെയുള്ളവരെ വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും, ഇന്ന സ്ഥലത്തെ ആ പുള്ളി ഇങ്ങനെയാണല്ലോ എന്നൊക്കെ. അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, യൊരോബെയാം. വിളിച്ചിട്ട് മണിക്കൂറുകൾ പോലും അവൻ ആ മര്യാദയിൽ നിന്നില്ല. വിളിയുടെ കാര്യമാണ് പറഞ്ഞത്. വിളി ഇങ്ങനെയാണ്. ആ വിളിയോട് നീതി പുലർത്തേണ്ടത് യൊരോബെയാമിൻ്റെ ഉത്തരവാദിത്വമാണ്. നീതി പുലർത്തിയില്ലെങ്കിൽ നട്ടോ അവന് മാത്രം, അല്ലാതെ വേറെ ആർക്കും നട്ടമൊന്നുമില്ല. വേറെ ആർക്കും നട്ടമില്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ സഹോദരി സഹോദരന്മാർ നിഷ്കളങ്കരായവരായതുകൊണ്ട്, ഭയങ്കര നിഷ്കളങ്കതയാണ്. എന്നാ കണ്ടാലും ആമീൻ പറയും. അയ്യോ പാസ്റ്ററെ ആമീൻ. ഏത് പാസ്റ്ററെ കണ്ടാലും അവർ ആമീൻ പറഞ്ഞു കളയും. ആ പാസ്റ്റർ മീശയൊന്നും ഇല്ലാതെ നിൽക്കുന്ന പാസ്റ്ററാണ്. ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾ ഈ ന്യൂജൻ പാസ്റ്റർമാരുടെയൊക്കെ, ഈ തലതിരിഞ്ഞവരുടെയൊക്കെ പ്രസംഗങ്ങളും അവരുടെ ഇടപാടുകളൊക്കെ സോഷ്യൽ മീഡിയ കാണണം. അതിന് ഒരു 15K 20K ഒക്കെ ആൾക്കാർ കണ്ടിരിക്കും. പിന്നെ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ
ഒരു 2 ലക്ഷം ആമേൻ, ഒരു 3 ലക്ഷം ഹല്ലേലൂയ, ഒരു 4 ലക്ഷം ഗ്ലോറി, പിന്നെ ഒരു 500 പൂക്കൾ, പിന്നെ 500 തൊഴുകൈകൾ, പിന്നെ ഒരു 2 ലക്ഷം, പിന്നെ വേറെ ഏതാണ്ടൊക്കെ ഇങ്ങനെ തട്ടിയിട്ടിരിക്കുക അവിടെ. അതിൽ കടന്നു കിടക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് കമൻറ്റ് സെക്ഷനൊക്കെ കിടക്കുന്നത്. അതെല്ലാം കാണുമ്പോൾ ഹൃദയം പെടയി, എൻ്റെ ദൈവമേ ഈ ജനം ഏത് കാലത്ത് ബോധം വയ്ക്കും ഇവർക്കൊക്കെ എന്നുള്ളത്. എൻ്റെ ദൈവമേ ഈ മനുഷ്യർക്കൊക്കെ ഏത് കാലത്ത് ബോധം വയ്ക്കും എന്നുള്ളത്. സഹോദരങ്ങളെ, ഞാനും ഈ പറയപ്പെട്ട മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ഒരാളല്ലേ. ആ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ കടന്നു വന്നിരുന്നിട്ടല്ലേ ഏതാണ്ട് ഈ കോടിക്കണക്കിന് വരുന്ന അല്ലേ കത്തോലിക്ക, ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമ, സീസൈ എന്നൊക്കെ പറഞ്ഞ കോടാനുകൂടി ജനമുണ്ട്. ആ കോടാനുകോടിയുടെ മുമ്പിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ ഒരു ചലഞ്ചിങ് സ്വരത്തിൽ പറയുന്നത്, ഇതാണ് ഞങ്ങളുടെ വിശ്വാസം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, ആത്മസ്നാനം പ്രാപിക്കണം, എന്നിട്ട് വേണം ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ. ശുശ്രൂഷയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡ്രസ് കോഡൊന്നുമില്ല. പുതിയ നിയമ ശുശ്രൂഷകന് ഡ്രസ് കോഡില്ല. അങ്ങനെ ഡ്രസ് കോഡിൻ്റെ വാക്യങ്ങളുണ്ടെങ്കിൽ കൊണ്ടുവരിക. പിന്നെ പെന്തിക്കോസിനകത്ത് ഏതോ ഒരു കൂട്ടർ ഇങ്ങനെ മൊത്തത്തിൽ എപ്പോഴും വെള്ളയായിട്ട് നടക്കുന്നവരുണ്ട്. കുളിക്കാൻ പോകുമ്പോഴും അവർ വെള്ളയിട്ടുകൊണ്ടാണ് പോകുന്നതെന്നൊക്കെ ചിലർ പറയാറുണ്ട്. അതിന് അവരെടുക്കുന്നൊരു വാക്യം സഭാപ്രസംഗിയിലെയാണ്. എക്ലീഷിയാസ്റ്റിക്സ് ചാപ്റ്റർ 9 വേഴ്സ് 8. അതായത് സഭാപ്രസംഗി 9:8 വാക്യം. അവിടെ എഴുതിയിരിക്കുന്നത്, നിന്റെ വസ്ത്രം എല്ലായ്പ്പോഴും വെള്ളയായിരിക്കട്ടെ, നിന്റെ തലയിൽ എണ്ണ കുറയാതിരിക്കട്ടെ. എണ്ണയുടെ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് എനിക്കറിയില്ല. എണ്ണ എപ്പോഴും തേച്ചോണ്ടിരിക്കുമെന്ന് അറിയില്ല. പിന്നെ വസ്ത്രത്തിൻ്റെ കാര്യം പറയുമ്പോൾ ലിറ്ററിൽ എടുക്കും, എണ്ണയുടെ കാര്യം പറയുമ്പോൾ അത് ആത്മീയമായിട്ട് എടുക്കും. അതിനാണ് ലോക തോൽവി എന്ന് പറയുന്നത്. ആ ഒരു വാക്യത്തിന് 2 ലൈനാണ്. ഒരു വാക്യത്തിൽ 2 ലൈൻ. ആദ്യത്തെ ലൈൻ എന്താ? നിൻ്റെ വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കട്ടെ. അതിന് ജൗളിക്കടയിൽ പോയിട്ട് ഒരു ബണ്ടിലാണ് അവർ മേടിക്കുന്നത്. ബണ്ടിലാണ് മേടിക്കുന്നത്. ബണ്ടിൽ മേടിച്ചിട്ട് മുറിച്ച് അതെല്ലാത്തിനും ഒരു തുണി തന്നെ ഉപയോഗിക്കുന്നത്. A to Z ആ ഒരു തുണി തന്നെ ഉപയോഗിക്കും. കുഴപ്പമൊന്നുമില്ല കേട്ടോ, അതൊക്കെ ലാളിത്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ ഉപദേശമായിട്ട് പറയരുത്. പിന്നെ അടുത്ത് നിൻ്റെ തലയിലെ എണ്ണ കുറയാതിരിക്കട്ടെ. എണ്ണയുടെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അത് ആത്മാവിലായി പോവും. ഈ വാക്യത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം എന്താ സഹോദരങ്ങളെ? ഇങ്ങനെ അർത്ഥം പറയാൻ പാകത്തിന് പെന്തിക്കോസുകാർ പ്രാപ്തരല്ലേ? വേറെ ഏത് കൂട്ടർക്ക് ഇതിൻ്റെയൊക്കെ അർത്ഥം പറയാൻ പറ്റും? നമുക്കേ പറ്റുള്ളൂ ഇതൊക്കെ. ഇത് കേൾക്കുന്ന മറ്റാരെങ്കിലും പിന്നത്തേത് ചിലപ്പോൾ കമൻ്റ് എഴുതാൻ സാധ്യതയുണ്ട്, അയ്യോ ഇവന്മാർ ഭയങ്കര അഹങ്കാരികളാണ്. ഈ അടുത്തിടയ്ക്ക് എന്നെക്കുറിച്ച് അങ്ങനെ ഒരു കമൻറ്റ്, അതായത് നമ്മുടെ ഒരു പ്രസംഗം അത് ഇച്ചിരി വൈറലായി. അതൊരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണ്. സോഷ്യൽ മീഡിയയിലേക്ക്, അതായത് ഫേസ്ബുക്കിലേക്ക് പോയി. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ലെസ്ബിയനെയും മറ്റവനെയും ഒക്കെ ഒരുമിച്ച് കല്യാണം കഴിപ്പിക്കണമെന്ന് പറയുന്ന നമ്മുടെ പച്ച പരിഷ്കാരിയായ ഇപ്പോഴത്തെ മാർപ്പാപ്പ യെരുശലേമിലെ വെസ്റ്റേൺ വാളിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് തലയിടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും ഒരു പേപ്പറിൽ എന്തൊക്കെയോ എഴുതി അതിൻ്റെ ആ വിടവിൽ വെക്കുകയൊക്കെ ചെയ്യുന്നൊരു പിക്ചറും വെച്ചിട്ട് നമ്മൾ പ്രസംഗത്തിനകത്ത് ഇങ്ങനെ പറയുകയാണ്, ഒരു യഹൂദ റബ്ബിയേക്കാളും എത്ര ഉയരത്തിലാണ് പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനി എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഒരു പുതിയ നിയമ ശുശ്രൂഷകൻ അവനോട് കേട്ട് പഠിക്കണ യഹൂദ റബ്ബി എന്ന്. അപ്പോൾ അത് കേട്ടിട്ട്, അപ്പം നമ്മുടെ മാർപ്പാപ്പേനെയൊക്കെ ഇങ്ങനെ കാണിച്ചു അതിനകത്ത്. അത് കേട്ടിട്ട് കത്തോലിക്കരൊക്കെ ഇളകി. ഇവൻ ഭയങ്കര അഹങ്കാരിയാണ്, ഒരു യഹൂദ റബ്ബിയേക്കാൾ ഇവൻ ആരാന്നാ ചോദിക്കുന്നത്. അയ്യോ ചിരിച്ച് ഒരു പരിവായി പോകും നമ്മൾ. കത്തോലിക്കന്മാർ ചോദിക്കുക, യഹൂദ റബ്ബിയേക്കാളും മീതയാണോ ഇവന്ന്? യഹൂദ റബ്ബിയേക്കാൾ എത്ര 1000 കിലോമീറ്റർ മീതയാണ് നമ്മൾ. അത് കേൾക്കുമ്പോൾ അഹങ്കാരമായിട്ട് നിങ്ങൾ കൂട്ടരുത്. ഇത് ബോധ്യമാണ്. യഹൂദ റബ്ബി ഈ ഭൂമി കിടക്കുമ്പോൾ നമ്മൾ ഹെവൻലി റലംസിലിരിക്കുകയാണ്, സ്വർഗതലങ്ങളിലിരിക്കുകയാണ്. നമ്മൾ മഹിമയുടെ ഭാഗത്താണ് ഇരിക്കുന്നത്. അവൻ ഇപ്പോഴിതിൽ ഇഴഞ്ഞു നടക്കുകയാണ്. അവൻ അമാസിൻ്റെ തുരങ്കം തേടി നടക്കുന്നു. പിന്നെ അവൻ്റെ പെണ്ണുങ്ങൾ മ്യൂസിക് ഫെസ്റ്റിന് പോകുന്നു. പിന്നെ അതിൽ കുറേ എണ്ണം ചത്തു പോകുന്നു. അങ്ങനെയൊക്കെയാണ് അവർ നടക്കുന്നത്. അവരുടെ നിലയല്ല നമ്മുടെ നില. നമുക്ക് പത്രോസ് പറഞ്ഞ പോലെ, നീ ആരെന്ന് ചോദിച്ചപ്പോൾ നീ വന്ദിനായവൻ്റെ പുത്രനായ മെശിഹയാണെന്ന് പറഞ്ഞു. യഹൂദ റബ്ബി അത് പറയുമോ? നെതന്യാഹു എന്നാ പറഞ്ഞത്? യേശുക്രിസ്തു ഒരു നല്ല യഹൂദ റബ്ബായി എന്നാണ് പറഞ്ഞത്. പക്ഷെ പത്രോസ് എന്താ പറഞ്ഞത്? അങ്ങനെയൊന്നും അല്ല, നീ ചുമ്മാ റബ്ബായി ഒന്നും അല്ല കേട്ടോ, നീ വന്ദിനായവൻ്റെ പുത്രനായ മശിഹ തന്നെയാണ്, നീ അയക്കപ്പെട്ടവനാണ് എന്ന് തീർത്തങ്ങ് പറയല്ലേ. അപ്പോൾ പത്രോസ് അഹങ്കാരിയാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാര്യങ്ങൾ പറയുന്നവരൊക്കെ അഹങ്കാരികളാണോ? സത്യങ്ങളല്ലേ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത്,
നമുക്ക് ദൈവം വെളിപ്പാട് തന്നിരിക്കുകയാണ്. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങളെ പറയുകയാണ്. നിൻ്റെ വസ്ത്രം എപ്പോഴും വെണ്മയുള്ളതായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ച് നാം രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുമ്പോൾ നമുക്കൊരു രക്ഷാവസ്ത്രം ലഭിക്കുന്നുണ്ട്. ഒരു രക്ഷാവസ്ത്രം, അതൊരു പൗരോഹിത്യ വസ്ത്രമാണ്, അതൊരു ഉത്സവ വസ്ത്രമാണ്, എല്ലാ നിലയിലും പരിഗണിക്കാം. നമ്മുടെ നഗ്നതയെ മറയ്ക്കുന്നൊരു വസ്ത്രമാണ്. ഒരു നിലയെങ്കിൽ നമുക്ക് ലഭിക്കുകയാണ്. അത് കാണാൻ പറ്റില്ല, നഗ്നനേത്രം കൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല. അതിന് മറ്റ് പല അർത്ഥങ്ങളും നമ്മൾ പറയും. അത് നമ്മുടെ ജീവിതമാണ്. നമുക്കൊരു വിശുദ്ധ ജീവിതമാണ് ലഭിക്കുന്നത്. ആ വിശുദ്ധ ജീവിതം, നമ്മുടെ വിശുദ്ധ ജീവിതം, നമുക്ക് ലഭിക്കപ്പെട്ട ഈ അങ്കി അത് എപ്പോഴും വെണ്മയുള്ളതായിരിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ലൈഫ് യാഗർപ്പിക്കാൻ വരുന്ന പുരോഹിതൻ്റെ ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും, അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സഭാപ്രസംഗിലെ വാക്യത്തോട് ചേർത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ലേവ്യ പുസ്തകത്തിലൊക്കെ വരുമ്പോൾ കാണുന്ന ഭാഗമാണ് യാഗാർപ്പണത്തിന് വരുന്ന പുരോഹിതൻ്റെ ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും പ്യുവർ വൈറ്റ് ആയിരിക്കണം. അതായത് വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുരോഹിതൻ വരുന്നത്. അവൻ്റെ ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും അതിനൊക്കെ നമ്മൾ വിശദീകരണം കൊടുത്തിട്ടുള്ളവരല്ലേ. ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവൻ്റെ രഹസ്യ ജീവിതവും അവൻ്റെ പരസ്യ ജീവിതവും അതാണ് കാണിക്കുന്നത്. അതായത് സാക്ഷ്യ ജീവിതം എന്ന് പറയും. ഒരു പുരോഹിതൻ്റെ ഈ പറയപ്പെട്ട വസ്ത്രം ഒരു പുതിയ നിയമ പുരോഹിതനോടുള്ള ബന്ധത്തിൽ, പുതിയ നിയമ പുരോഹിതൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മാർ റാഫേൽ തട്ടിൽ എന്ന് മാത്രം ചിന്തിക്കരുത്. ഇവിടെ എന്നെ കേട്ടിരിക്കുന്നവരെല്ലാം പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അഭിഷേകത്തിൽ ദൈവകൃപയിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും, ആൺ പെൺ വ്യത്യാസമന്യേ. ഞാൻ ഈ കാര്യത്തിൽ ഊന്നൽ കൊടുക്കുന്ന വാക്യം ഏതാ? ഈ കാര്യത്തിൽ നമ്മൾ ഊന്നൽ കൊടുക്കുന്ന വാക്യം ഏതാ? വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് നമ്മെ പുതിയ നിയമത്തിൻ്റെ രാജാക്കന്മാരും പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരും എന്ന നിലയിലാണ്. പുതിയ നിയമത്തിൻ്റെ രാജാക്കന്മാരും പുതിയ നിയമത്തിൻ്റെ പുരോഹിതന്മാരും എന്ന നിലയിലാണ്. അപ്പോൾ രാജാക്കന്മാരും പുരോഹിതന്മാരുമായവരാണ് നാം. അതിൽ രാജാക്കന്മാർ എന്നുള്ളത് പെൻഡിങ് വെച്ചിട്ട് പുരോഹിതന്മാരെന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ പുരോഹിത ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമ്മളെപ്പോഴും ദൈവസന്നിധിയിലാണ്. നമ്മുടെ ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം, സാക്ഷ്യ ജീവിതം കുറ്റമറ്റതായിരിക്കണം. അതിൽ സ്പോട്ടുകൾ പാടില്ല, കളങ്കങ്ങൾ പാടില്ല, കറകൾ പാടില്ല, ചുളുക്കം പാടില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കില്ലെന്ന് ചോദിച്ചാൽ സംഭവിക്കും. എന്നാൽ ആ കാര്യത്തിൽ ക്രമീകരണം വരുത്തണം. അവൻ്റെ രക്തം നമുക്ക് വേണ്ടി എപ്പോഴും വാദിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. നമുക്ക് സദാസമയം കുഞ്ഞാടിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശുദ്ധീകരണം പ്രാപിക്കാം. നമുക്ക് നമ്മുടെ വസ്ത്രം എപ്പോഴും അലക്കി വെളുപ്പിക്കാം കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ. സാധ്യതയല്ലേ അവിടെ? അതുകൊണ്ട് നിൻ്റെ വസ്ത്രം എപ്പോഴും വെണ്മയായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ വെട്ടുകാട്ടിൽ ടെക്സ്റ്റൈൽസിൽ പോയി, വെട്ടുകാട്ടിൻ്റെ കട അടച്ചു പോയല്ലോ, അല്ലെങ്കിൽ ശീമാട്ടി പോയി ഒരു 50 മീറ്റർ തുണി മേടിക്കുന്ന കാര്യമല്ല എഴുതിയിരിക്കുന്നത്. ഈ പറയപ്പെട്ട കാര്യം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ വസ്ത്രം എപ്പോഴും വെണ്മയുള്ളതായിരിക്കട്ടെ എന്നുള്ളതാണ്. അതുപോലെ നാം രക്ഷാനിർണയം പ്രാപിച്ച് വിശ്വാസ സ്നാനത്തിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് കാത്തിരുന്ന ആത്മസ്നാനമൊക്കെ പ്രാപിച്ച്, അതായത് വാക്തത്വങ്ങളെ പ്രാപിച്ച് ആത്മാവിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ തലയിൽ അഭിഷേക തൈലം വന്ന് വീണിരിക്കുകയാണല്ലോ. അഭിഷേക തൈലം വീണിരിക്കുകയാണ്. അങ്ങനെ വീണിരിക്കുന്ന ആ തൈലം, അഭിഷേക തൈലം, എണ്ണ കുറയാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? അഭിഷേകത്തിൽ എപ്പോഴും ജ്വലിച്ച് നിൽക്കട്ടെ എന്നാണ് അർത്ഥം. അഭിഷേകത്തിൽ എപ്പോഴും താങ്കൾ അല്ലെങ്കിൽ നമ്മൾ ജ്വലിച്ചു നിൽക്കട്ടെ. അഭിഷേകം കുറഞ്ഞു പോകാതെ, അഭിഷേകത്തിൽ നിന്ന് വഴുതി പോകാതെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് സഭാപ്രസംഗിയിൽ പറഞ്ഞത്. അതല്ലാതെ പുറത്തു പോയി എന്തെങ്കിലും മേടിക്കുന്ന കാര്യമല്ല. ഓക്കെ, ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ ട്രാക്കിൽ നിന്ന് മാറും. പ്രസംഗത്തിൻ്റെ സമയങ്ങൾ വേറെ വഴിക്ക് പോകും. കാര്യമായ കാര്യത്തിലേക്ക് പറഞ്ഞു വരാനുണ്ട്. അതായത് നമ്മുടെ ബിഷപ്പ് അവർ പറഞ്ഞു വന്നതുപോലെ അദ്ദേഹം ചില ആളുകളെയൊന്നും അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് കൂട്ടുന്നില്ലെന്ന് പറഞ്ഞു. കാരണം അവിടെ അടിയും ബഹളവും കമ്മിറ്റിയും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട ഈ ആളുകളെ എന്തിനാണ് നരകത്തിൽ വിടുന്നത്? അതുകൊണ്ട് പുള്ളി അധികം പേരെ അങ്ങോട്ട് കൂട്ടുന്നില്ല. ഏതോ അക്രൈസ്തവരായ സഹോദരങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മോതിരത്തിൽ ഉമ്മ വെച്ച് കഴിഞ്ഞപ്പോൾ അത് അദ്ദേഹം ഒരു സ്നാനത്തിന് മുൻകുറിയായിട്ട് പരിഗണിച്ച് അവരൊക്കെ സ്വർഗത്തിൽ കാണുമെന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. എന്നാ മണ്ടൻ ചിന്തയാണെന്ന് ചിന്തിച്ചേ. അങ്ങനെ മണ്ടൻ ചിന്ത തലയിലിരിക്കുന്ന ആളാണ് ഈ പറയപ്പെട്ട ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരാണ് കസേരയിലിരിക്കുന്നത്. കസേരയിലിരിക്കുന്നവരൊക്കെ ആരാ? ഡോക്ടറേറ്റ് എടുത്തവർ. ഡോക്ടറേറ്റ് എടുത്തവരെയാണ് LKGയിലെ സാറ് വന്ന് പഠിപ്പിക്കുന്നത്. LKGയിലെ സാറ്
ഡോക്ടറേറ്റ് എടുത്ത ആളുകളെ പഠിപ്പിക്കുന്നു. അതിനാണ് ലോക തമാശ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, പാസ്റ്ററെ അത് എളിമയുടെയും വിനയത്തിൻ്റെയും ചിഹ്നമായിട്ട് പരിഗണിച്ചുകൂടെ എന്ന്. അങ്ങനെയും പരിഗണിക്കാം. പക്ഷേ ഞാൻ ഇങ്ങനെയും പറയും, അത് വിവരക്കേടിൻ്റെ ചിഹ്നമായിട്ടും കൂടെ പരിഗണിക്കേണ്ടി വരും. കാരണം ഡോക്ടറേറ്റ് എടുത്തവൻ LKG സാറിൻ്റെ ക്ലാസ് കേൾക്കാൻ പോകേണ്ട കാര്യമില്ല. കാരണം LKG സാറിന് ഇപ്പോഴും കാര്യം തിരിഞ്ഞിട്ടില്ലെന്നേ. കാര്യങ്ങൾ വേണ്ട വിധത്തിൽ തിരിഞ്ഞു വന്നിട്ടില്ല. ഇവരുടെ കണ്ണ് തുറന്നതല്ലേ, കണ്ണ് തുറന്ന് ഇവർക്ക് കാര്യം മനസ്സിലാകില്ലേ. ഈ വന്ന ഉമ്മൻ ജോർജ് ബിഷപ്പിന് യോഹന്നാൻ 3-ാം അധ്യായം എന്താണെന്ന് പിടികിട്ടിയിട്ടുണ്ടോ? കാതലായ പോയിന്റ്സ് ചെയ്യാൻ വെക്കുക. ഉമ്മൻ ജോർജ് എന്ന് പറയുന്ന CSI ബിഷപ്പിന്, CSIക്കാരൊക്കെ നമുക്ക് ബഹുമാനവും സ്നേഹവും ഉണ്ട് കേട്ടോ. നമ്മൾ ആശയ സംഘടനത്തിലാണ് ഏർപ്പെടുന്നുള്ളൂ, അല്ലാതെ റെസ്പെക്റ്റിനൊന്നും ഒരു കുറവില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. അതൊക്കെ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. നാം നമ്മുടെ സൈഡിലുള്ള അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് വർത്തമാനം പറയുക. നമ്മുടെ ബോധ്യമാണ് പറയുന്നത്. യോഹന്നാൻ 3-ാം അധ്യായം എപ്പിസ്കോപ്പൽ സഭകളിലുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് നമ്മൾ പറയും. അവരെ സംബന്ധിച്ച് അവർ പറയും അവർക്കേ മനസ്സിലായിട്ടുള്ളൂ എന്ന്. അങ്ങനെയാണല്ലോ എല്ലാവരും ക്ലെയിം ചെയ്യുന്നത്. യോഹന്നാൻ 3-ന്റെ പ്രത്യേകത എന്താ? യോഹന്നാൻ 3 എന്ന് പറയുന്നത് അത് പുതിയ നിയമത്തിൽ ഏറ്റവും സീരിയസ് ആയ ഒരു അധ്യായമാണ്. വീണ്ടും ജനനത്തെക്കുറിച്ച് ആധികാരികമായി നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പറയുന്ന ഭാഗമാണ് യോഹന്നാൻ 3. നീക്കോദീമോസ് എന്ന് പറയുന്ന ശ്രേഷ്ഠനായ ഒരു പ്രമാണിയോട്, റൂളറോടാണ് പറയുന്നത്. മീൻ പിടിച്ചുകൊണ്ട് കിടക്കുന്ന ആരോടും അല്ല പറഞ്ഞത്, അത്ര കേമനായ ഒരാളോട്. പക്ഷെ കേമനാണെങ്കിലും അദ്ദേഹം തിരിച്ച് പറയുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ യോഹന്നാൻ 3-ന്റെ പ്രതിപാദ്യ വിഷയം വീണ്ടും ജനനമാണ്. വീണ്ടും ജനനത്തെക്കുറിച്ച് ക്രൈസ്തവ ലോകത്ത് ഒത്തിരി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ വേർപെട്ടവരുടെ ഇടയിൽ, വിശേഷിച്ച് ബ്രദറുകാർ, പെന്തിക്കോസുകാർ, അവരുടെ ഇടയിലൊക്കെ ഈ കാര്യത്തെക്കുറിച്ച് തികഞ്ഞ ബോധ്യമാണ്. അതേസമയം എപ്പിസ്കോപ്പൽ സഭകളിലുള്ള സഹോദരങ്ങൾ ആ വചനങ്ങളെയൊക്കെ അതിൻ്റെ ആത്മീയ അർത്ഥങ്ങൾ എടുക്കാതെ അതിനെല്ലാം ലിറ്ററലായിട്ട് തന്നെ എടുക്കുകയാണ്. യേശു പറഞ്ഞു, നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തേക്ക് കടക്കില്ലെന്ന്. പുതുതായി ജനിക്കണമെന്ന് പറഞ്ഞു. നിക്കോദിമോസ് ചോദിച്ചു എങ്ങനെയാണെന്ന്. മറുപടി പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും. അവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ അസൽ പച്ച വെള്ളം എന്നുള്ളതാണ് ക്രൈസ്തവ ലോകം. അതായത് കോടാനുകോടിയാണ്, 5-10 ലക്ഷമൊന്നുമല്ല, കോടാനുകോടി ക്രൈസ്തവർ, അതായത് എപ്പിസ്കോപ്പൽ സഭകളിൽപ്പെട്ടവരെല്ലാം, അതങ്ങ് മുകളിൽ നിന്ന് താഴേക്ക് പറഞ്ഞു വന്ന എല്ലാവരും അതിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുന്നവരൊന്നും ആ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റയും തെറ്റേ ശബ്ദമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. കത്തോലിക്കയിലെ ചില അച്ഛന്മാർ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്, ഓർത്തഡോക്സിലെ അച്ഛന്മാർ പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് ഒറ്റയായിട്ട് അവർ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ദൈവവചനമാണെന്ന്, പക്ഷെ അവർ പറയും പച്ചവെള്ളമാണെന്ന്. അതായത് മാമോദീസായിൽ വീണ്ടും ജനനം എന്നുള്ളതാണ് അവർ വിശ്വസിക്കുന്നത്. നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്ന ഒരുവൻ അനുതപിക്കണം എന്നുള്ളതാണ്. അവൻ മനം തിരിയണം, അവൻ ദൈവസന്നിധിയിൽ പശ്ചാത്തപിക്കണം. അതായത് അവൻ്റെ പാപത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ പാപം ഏറ്റുപറഞ്ഞ് രക്ഷാനിർണയം പ്രാപിക്കണം, പാപക്ഷമ വാങ്ങണം. അവൻ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരണം പ്രാപിക്കണം. വീണ്ടും ജനനാനുഭവത്തിലേക്ക് അവൻ വരികയാണ് അവിടെ. അതൊരു ദീർഘമായ പ്രോസസ്സാണ്. നമ്മൾ അതിൻ്റെ ധാരാളം പ്രസംഗങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, വളരെ സവിസ്തരം നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. വീണ്ടും ജനനത്തിൻ്റെ എല്ലാ മേഖലകളെയും ഒരു സന്ദേഹത്തിന് സാധ്യതയില്ലാതെ വണ്ണം എല്ലാ വാക്യങ്ങളും, അനവധി വാക്യങ്ങളല്ലേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമല്ലല്ലോ, പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ പോകും, പിന്നെ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ പോകും, അതുപോലെ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ വരും. അങ്ങനെ പലയിടങ്ങളിലൂടെയും കയറി ഇറങ്ങി ആ കാര്യം സ്ഥാപിക്കും. ഒരു സന്ദേഹത്തിനിടയില്ലാതെ വണ്ണം വചനത്താലാണ് വീണ്ടും ജനിക്കേണ്ടത്, സുവിശേഷത്താലാണ് വീണ്ടും ജനിക്കേണ്ടത് എന്ന് നമ്മൾ സ്ഥാപിക്കും. സമാഗമന കൂടാരത്തിന് മുൻപിൽ ഒരേ ഒരു വാതിൽ, ആ വാതിൽ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു, ആ വാതിൽ സുവിശേഷത്തെ കാണിക്കുന്നു. യേശുക്രിസ്തു എന്ന് പറഞ്ഞാൽ സുവിശേഷം. അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ സുവിശേഷ കേൾവിയാണ് ഒരുവനെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല. ആ സുവിശേഷ കേൾവിയിലാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ചവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അതാണ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം. അതിനേ സാധ്യതയുള്ളൂ. അല്ലാതെ ഒരു കപ്പ് വെള്ളം ഒരു കൊച്ചിൻ്റെ തലയിലേക്ക് തളിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചു വീണ്ടും ജനിക്കുമെന്നൊക്കെ പറയുന്ന മൗഢ്യം
നമ്മളതിനെ വെറും മൗഢ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ ആൾബലം കുറവുള്ളവരായതുകൊണ്ടും എണ്ണത്തിൽ കുറവുള്ളവരായതുകൊണ്ടും നമുക്ക് മീശ അങ്ങനെ പിരിക്കാൻ പറ്റില്ല, അങ്ങനെ മീശയില്ല. അവരെ സംബന്ധിച്ച് ആളെണ്ണം കൂടുതലായതുകൊണ്ടും തിണ്ണമെടുക്കുള്ളത് കൊണ്ടും പിന്നെ പലതും പറയാനുള്ളത് കൊണ്ടും മീശ പിരിക്കും. മീശ പിരിച്ചിട്ടൊന്നും കാര്യമില്ല, ദൈവരാജ്യത്തിൽ വരില്ല. ദൈവരാജ്യത്തിൽ വരണമെങ്കിൽ പുതുതായി ജനിക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും. അത് ഈ പറഞ്ഞ ബിഷപ്പിന് അറിയില്ലെന്നേ. അത് അറിയാൻ മേലാത്ത ഒരാൾ പെന്തിക്കോസുകാരുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ പറ്റില്ലെന്നേ. വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന കാര്യം തിരിച്ചറിയാത്ത ഒരാൾ എങ്ങനെ പെന്തിക്കോസുകാരുടെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ദൈവവചനം പറയും? പിന്നെ ഏതാണ്ട് ഒരു ഭാഷയൊക്കെ പറഞ്ഞു പുള്ളി. 2 ദിവസം കഴിഞ്ഞ് പുള്ളി അതെല്ലാം തള്ളി പറഞ്ഞു കേട്ടോ. അങ്ങനത്തെ വീഡിയോ വേറെയുണ്ട്. അദ്ദേഹം പൊതുലോകത്തോടും ക്ഷമ ചോദിച്ചു, CSIയുടെ സിനഡിനോടും ക്ഷമ ചോദിച്ചു. പുള്ളി പൊടി തട്ടി. ഞാൻ അങ്ങനെ അങ്ങ് പോയതും അവിടെ ഏതാണ്ടൊക്കെ പറഞ്ഞതും അത് ഒരു മണ്ടത്തരമായി പോയിന്ന് പുള്ളി പിന്നീട് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ നമ്മൾ അവസരം കൊടുക്കണോ? നമ്മൾ അവസരം കൊടുക്കേണ്ട കാര്യമില്ല. കാതലായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യോഹന്നാൻ 3 നമുക്ക് വെളിപ്പെട്ട ബോധ്യം ഇതല്ലേ? ഈ ബോധ്യം അവർക്കുണ്ടോ? അവർ ഒരു കപ്പ് വെള്ളത്തിൽ ആശ്രയിക്കുകയാണ്. ഒരു കപ്പ് വെള്ളത്തിൽ ആശ്രയിച്ചാലൊന്നും വീണ്ടും ജനനം നടക്കില്ല. അങ്ങനെ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ വചനപ്രകാരം ചിന്തിച്ചാൽ വീണ്ടും ജനിച്ചവൻ വിശ്വാസ സ്നാനത്തിലേക്ക് പോകണം. വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തിലെ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയും റോമലേഖനം 6-ാം അധ്യായത്തിൽ. അതായത് വിശ്വാസ സ്നാനം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന വ്യക്തി അവൻ ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാണല്ലോ. അവനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവൻ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടവനാണെന്ന്. 2 മാസം പ്രായമായ കൊച്ചിൻ്റെ തലയിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ട് ആ കൊച്ച് ജീവൻ്റെ പുതുക്കത്തിൽ എവിടെയാണ് നടക്കുന്നത്? ആ കൊച്ച് നടക്കുന്നു പോലുമില്ല. 2 മാസമല്ലേ ആയുള്ളൂ. അതതിൻ്റെ അമ്മയുടെ തോളത്ത് കിടക്കുക, അത്ര തന്നെ. പിന്നെ ഏതോ കാലത്ത് ഇത് എഴുന്നേറ്റ് നടന്നും ഒക്കെ വേച്ചും പറച്ചൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ അവൻ ഈ പറയപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടവൻ നേരെ പോയി കയറുന്നത് 3 അക്ഷരത്തിൻ്റെ താഴേക്കൊക്കെ ആയിരിക്കും ചെന്ന് കയറുന്നത്. ജീവൻ്റെ പുതുക്കത്തിൽ നിന്ന് ആ വാക്യമെങ്കിലും അവൻ BAR എന്നൊക്കെ എഴുതിയിരിക്കുന്നതിന് അടിയിലേക്ക് ചുമ്മാ പോയി കയറുകയാണ്. ഏതോ 10-12 വയസ്സിൽ CSIക്കാരാണെങ്കിൽ സ്ഥിരീകരിച്ച് പിന്നെ കാത്തലിക്സ് ആണെങ്കിൽ സ്ഥൈര്യ ലേപനത്തിലൂടെ അവരും ആ കാര്യങ്ങളൊക്കെ ശരിയാക്കി വിടും. 10, 12, 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. പക്ഷെ നമുക്കൊരു ബോധ്യമുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ അപ്പോസ്തലൻ പൗലോസ് ഗലാത്യയിൽ പോയി പ്രസംഗിച്ചപ്പോൾ പൗലോസ് പറയാണ്, ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിലുണ്ട്, ഗലാത്യ ലേഖനം 3:2, ഞാൻ ഇതൊന്നു മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. അത്രയോ? ഇത്ര ബുദ്ധി കെട്ടവരോ? നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചത് വെള്ളം കോരി തലയിലൊഴിച്ചത് കൊണ്ടോ, ഏതെങ്കിലും ചുക്ക്, കുരുമുളക്, ഏലക്ക, ഗ്രാമ്പൂ, ഇഞ്ചി, കരയാമ്പൂ ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കുറച്ച് ഒലിവെണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയെടുത്തത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന എണ്ണയൊന്നും പൂജിയ പരിശുദ്ധാത്മാവിനെ ലഭിക്കില്ല. ഈ പറയപ്പെട്ട ആളുകളെക്കാളും നന്നായിട്ട് എണ്ണ ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരു യഹൂദന്മാർ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ കുപ്പി എണ്ണ മേടിച്ച് പൂശും, അതിലും നല്ലത്. അപ്പോൾ സഹോദരങ്ങളെ, അങ്ങനത്തെ എണ്ണയൊന്നും പൂശിയ പരിശുദ്ധാത്മാവിനെ കിട്ടില്ല. പരിശുദ്ധാത്മാവ് എണ്ണയൊന്നുമല്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ നിഴൽ വടിക്കുമ്പോൾ, പഴയ നിയമത്തിൽ അഭിഷേക തൈലം ഉണ്ടാക്കേണ്ട ക്രമം പുറപ്പാട് ദിവസം 30-ാം അധ്യായത്തിലുണ്ട്. അവിടെ വളരെ വ്യക്തമായിട്ട് ഇന്നിന്ന കാര്യങ്ങളെല്ലാം ചേർത്ത് ഉണ്ടാക്കേണ്ടത് ആരാണെന്നുണ്ട്. അത് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒഴിക്കരുതെന്ന് വ്യക്തമായിട്ടുണ്ട്. നെറ്റിയിലൊന്നും കൊണ്ടുപോയി പൂശരുത്. അത് തലയിൽ, ഈ നെറുകം തലയിലാണ് ഒഴിക്കുന്നത് അല്ലേ. ആ തൈലക്കൊമ്പ് കമഴ്ത്തി എന്ന് പറയുന്നത് എങ്ങോട്ടാ? തലയിലേക്കല്ലേ, അല്ലാതെ വായിലേക്കാണോ ഒഴിക്കുന്നത്? നെറ്റിയിൽ പൂശി വിടുവാണോ? എവിടെ പൂശലല്ല, ഒഴുക്കിയാണ്. തൈലക്കൊമ്പങ്ങ് ഒഴുക്കിയാണ്. ഒഴിച്ച് അത് തലയിൽ നിന്ന് താടിയിലൂടെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലൂടെ താഴേക്കങ്ങ് ഒഴുകണം. അഭിഷേക തൈലം ഒഴുകണം. അല്ലാതെ പൂശി വിട്ട് കഴിഞ്ഞാൽ ഇവൻ അവിടെ പോയി കയറും. പൂശൽ കൊണ്ടൊന്നും കാര്യം നടക്കില്ല. നമ്മൾ ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് മലയാളത്തിൽ വായിച്ചത്. നിങ്ങൾക്ക് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലാണോ ആത്മാവിനെ ലഭിച്ചതെന്ന്? അല്ല, പിന്നെ എന്താ, വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രസംഗം കേട്ടപ്പോഴല്ലേ നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചതെന്ന്. അപ്പോൾ ഒരുവൻ്റെ ഉള്ളിൽ ആത്മാവ് വരുന്നത് എങ്ങനെയാണ്? സുവിശേഷ ഘോഷണം. ആ സുവിശേഷം കേട്ടപ്പോൾ
അത് കൈക്കൊണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ആത്മാവിനെ ലഭിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താ, ഈ 1 കപ്പ് വെള്ളം അത് കൊച്ചിൻ്റെ തലയിൽ സ്പ്രിങ്കിൾ ചെയ്തുകൊണ്ടൊന്നും ആത്മാവിനെ ലഭിക്കില്ല. കൊച്ച് ജീവൻ്റെ പുതുക്കത്തിലൊന്നും നടക്കില്ല. കൊച്ചിൻ്റെ വായിൽ പുതിയ പാട്ടൊന്നും വരില്ല. കൊച്ച് പഴയ പാട്ട് പിന്നെ പാടുന്ന അമ്മയും അപ്പനും പറഞ്ഞു കൊടുക്കുന്ന പാട്ടല്ലേ, അതെല്ലാം പഴയ പാട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഒരു മായാലോകമെന്ന് മാത്രമേ ചിന്തിക്കാനുള്ളൂ. ഞാൻ ആ ഭാഗം വിടാം. ഏതാ? യോഹന്നാൻ 3-ാം അധ്യായം നമുക്ക് തറവ. അഹങ്കാരമാണെന്ന് ചോദിച്ചാൽ ഒട്ടുമല്ല. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വീക്ഷിക്കാം. ഇത് ഞങ്ങളുടെ ബോധ്യമാണ്. വചനത്താലാണ് ഒരുവൻ വീണ്ടും ജനിക്കേണ്ടത്. ആ വീണ്ടും ജനനത്തിന് സഹായ ഹസ്തം നീട്ടുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ ഭാഗം വിശദീകരിക്കാനായിട്ട് ഞങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പോകും, വിശേഷാൽ 8-ാം വാക്യത്തിലേക്ക്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു തുടങ്ങിയാൽ ഒരുവന് പാപബോധം വരും, അവന് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ബോധ്യം വരും, ഭയാനകമായ ന്യായവിധിയുടെ ആഴം അവൻ കണ്ണാലെ കാണും. പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങിയാൽ, അതായത് സുവിശേഷ ഘോഷണം, സുവിശേഷം ധ്യാനിക്കും, ഏതെങ്കിലും വിധത്തിലായിക്കോട്ടെ, അവിടെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു തുടങ്ങിയാൽ എവിടെയാ? പാഴ്ശൂന്യമായ ജീവിതത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു തുടങ്ങിയാൽ അവന് പാപബോധം വരും. പിന്നെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഈ കൊച്ചിന്, ഇവിടെ ഇരിക്കുന്ന കൊച്ചുങ്ങളെല്ലാം വെള്ളം തലയിൽ മേടിച്ച പാർട്ടികളാണ്. നിങ്ങളൊക്കെ അന്ന് വെള്ളം തലയിൽ ഇങ്ങനെ തളിച്ചപ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വന്ന് നടുങ്ങിത്തെറിച്ചവരാണോ? ആണോ? ആരോടാ ചോദിക്കുന്നത്? ആരോട് വേണമെങ്കിലും ചോദിക്കാം ഞാൻ. ജെയിംസേ ഒന്ന് പറയാമോ ജെയിംസേ, ആ വെള്ളം വന്ന് തലയിൽ വീണപ്പോൾ നടുങ്ങിത്തെറിച്ചായിരുന്നോ? ലിമാൻറ്റി നടുങ്ങി എന്നാ പറയുന്നത്. നടുങ്ങിയില്ലേ? ഓർക്കുന്നു പോലുമില്ലേ? എന്നെ അംനീഷ്യ ബാധിച്ചോ? കേട്ടില്ലേ പറയുന്നത്? ഓർക്കുന്നില്ലെന്ന്. ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത്? അപ്പോൾ ഒരു ഓർമ്മയില്ലാത്ത ആൾക്കാരെയാണോ മാമോദീസായൊക്കെ കൊടുക്കുന്നത്? എൻ്റെ കർത്താവേ, ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതെല്ലാം തമാശയാണ്. ആളുകൾ അവരുടെ മതമണ്ഡലം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഓരോരോ കെട്ടുപാടുകൾ ഉണ്ടാക്കി ആളുകളെ ആ കെട്ടുകളിൽ കുരുക്കിയിടുകയാണ്. ഇതിനൊക്കെയാണ് ബന്ധനം എന്ന് പറയുന്നത്. ബന്ധിച്ചിട്ടിരിക്കുകയല്ലേ. ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം വാഗ്ദാനം ചെയ്യുന്നത് സ്വാതന്ത്ര്യം. നമ്മൾ സ്വാതന്ത്ര്യം പ്രസംഗിക്കുന്നവരാ. അപ്പം ഇടക്കെട്ടും നടുക്കെട്ടുമായിട്ട് ബിഷപ്പ് വന്ന് നിൽക്കുക. പുള്ളി അറിയാം അവിടെ ഒരു നീല വള്ളിയിട്ട് കെട്ടിയിട്ടുണ്ടെന്നോ എന്തോ പറഞ്ഞു. അതിനകത്ത് അതിൻ്റെ കളർ ഞാൻ മറന്നുപോയി. അങ്ങനെ വള്ളിയൊന്നും ഇട്ട് കെട്ടേണ്ട കാര്യമില്ലെന്നേ. ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ മണ്ഡലമാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ മണ്ഡലം. അപ്പോൾ ഇത് എന്താ? പരിശുദ്ധാത്മ സഹായത്താലാണ് വീണ്ടും ജനനം. പരിശുദ്ധാത്മ വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞാൽ 2 തരം ജനനം എന്നല്ല അർത്ഥം. അങ്ങനെ പഠിപ്പിക്കുന്ന ചില ആൾക്കാരുമുണ്ട്. വെള്ളത്താലും ആത്മാവിനാലും. അപ്പോൾ വെള്ളത്താലൊന്ന് ജനിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞ് ആത്മാവിനാലൊന്ന് ജനിക്കുക. അങ്ങനെയല്ല. ഈ ജനനം എന്ന് പറയുന്ന പരിശുദ്ധാത്മ സഹായത്താലാണ്. എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ മുൻകാലങ്ങളിൽ ഇത് വിശദീകരിച്ചിരിക്കുന്നത്. ഇതൊക്കെ എങ്ങനെയാണെന്ന് നിക്കോദീമോസ് ചോദിക്കുന്നത്. പുള്ളിക്ക് ഒന്നും പിടികിട്ടുന്നില്ല. പുള്ളി ചോദിച്ച ചോദ്യം ഭയങ്കരമാണ്. ഇനി പോയിട്ട് എങ്ങനെ തിരിച്ചു വരുമെന്നൊക്കെയാണ്. ഇനി പോയിട്ട് എങ്ങനെ തിരിച്ചു വരും എന്നുള്ള മണ്ടൻ ചോദ്യമാണ് ചോദിച്ചത്. പക്ഷെ മറിയ, വിശുദ്ധ മറിയ ഒരു മണ്ടൻ ചോദ്യം ചോദിച്ചില്ല, ഒരു നിഷ്കളങ്കമായ ചോദ്യം ചോദിച്ചു. പുരുഷനെ അറിയാത്ത ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷേ അവിടെ വ്യക്തമായിട്ട് ഗബ്രിയേൽ മറുപടി കൊടുത്തു. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ. എങ്ങനെയാ? അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ, ഒരു ഹോളി തിങ് നിന്റെ ഉള്ളിൽ, നിന്റെ ഗർഭപാത്രത്തിലേക്ക് വരുമെന്നാണ് പറഞ്ഞത്. സെയിം കാര്യമാണ് നമ്മോടും പറയാനുള്ളത് ഗബ്രിയേലിന്. യോഹന്നാൻ 6:44 വെച്ച് എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്ക് വേണ്ടി അടുക്കൽ വരുവാൻ കഴിയില്ലെന്ന് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പറയുന്നു. ക്രൂശിങ്കിലേക്ക് ഒരുവന് വരണമെങ്കിൽ പിതാവ് ആകർഷിക്കണം. അപ്പോൾ പിതാവിനാൽ ആകർഷിക്കപ്പെടുന്ന ആ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അവിടെയാണ് യോഹന്നാൻ 16 പറയുന്ന പോലെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. പരിശുദ്ധാത്മാവ് പാപബോധം നൽകും, ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചുള്ള ബോധ്യം നൽകും, ന്യായവിധിയുടെ കാഠിന്യം നിന്റെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് തരും. എന്താ പറഞ്ഞത്? അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവിനാൽ ഒരു വിശുദ്ധ പ്രജ നിന്റെ ഹൃദയത്തിൽ. മറിയയുടെ ഗർഭത്തിലാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിലാണ് ഉരുവാകുന്നത് വിശുദ്ധ പ്രജ. പ്രൊസീജിയർ മനസ്സിലായോ?
ഇവിടെ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് വെളിപ്പെടുന്നത്. ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞവരാ നാം എന്നാ പറഞ്ഞു വരുന്നത്. ഇത് തിരിച്ചറിയാത്ത ആളുകൾ നമ്മോട് എന്തു പറയാനാണ്? നമ്മോട് അവർക്ക് എന്ത് പറയാനുണ്ട്? യോഹന്നാൻ 3 വിടാം, യോഹന്നാൻ 6 പോകാം. ക്രൈസ്തവ ലോകത്ത് കീറാമുട്ടിയായ 2 ചാപ്റ്ററുകളാണ്. ആ 2 ചാപ്റ്ററുകളാണ് എപ്പിസ്കോപ്പൽ സഭകളെന്നും പിന്നെ നമ്മെ പോലെയുള്ള വേർപെട്ടവരെന്നും പറഞ്ഞതിനെ 2ആയിട്ട് പകുത്തു മാറ്റുന്നത് ഈ 2 അധ്യായങ്ങളാണ്. യോഹന്നാൻ 6 അധ്യായം. യോഹന്നാൻ 6 അധ്യായത്തിൻ്റെ പ്രത്യേകത എന്താ? യോഹന്നാൻ 6 അധ്യായം നടക്കുന്ന എവിടെയാ? യോഹന്നാൻ 6 അധ്യായം നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വേഗം ആരെങ്കിലും പറയാവൂ? വേഗം. സമയമില്ല കളയാൻ, ഒരു സെക്കൻഡ് പോലും തരില്ല. യോഹന്നാൻ 6 അധ്യായം നടക്കുന്ന സ്ഥലം, യോഹന്നാൻ 6 അധ്യായം എന്ന് പറയുന്ന കഫർനഹൂമിലാണ് അതിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ നടക്കുന്നത്. തിബിരിയാസ് കടലിൻ്റെ കരയിലുള്ള കഫർനഹൂമിലാണ്. അതിൻ്റെ തുടക്കത്തിൽ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കാര്യമാണ്. അങ്ങനെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച് പിന്നത്തേതിൽ ആ ആളുകളൊക്കെ കർത്താവിനെ തേടി വരികയാണ്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരും കൂടെ ഈ ഗലീല കടലിൻ്റെ മറുകരയിലേക്ക് പോവാണ്, കഫർനഹൂമിലേക്ക് പോവാണ്, കഫർനാം. അപ്പോൾ കഫർനാമിലാണ് ഈ സംസാരം നടക്കാൻ പോകുന്നത്. അപ്പം ഈ ആളുകളെല്ലാം കർത്താവിനെ തേടി മറുകരയിലേക്ക് വന്നു, അതായത് കഫർനഹൂമിലേക്ക് വന്നു. നിങ്ങൾ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി എൻ്റെ പിന്നാലെ വരുന്നു, അതേസമയം നശിച്ചു പോകാത്ത അപ്പം എൻ്റെ കയ്യിലുണ്ടെന്ന് യേശു പറയാണ്. അത് യോഹന്നാൻ 6:26-27 വരുമ്പോഴാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളുള്ളത്. അങ്ങനെ യോഹന്നാൻ 6 അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രസിദ്ധമായ സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത്. ഏറ്റവും പ്രസിദ്ധമായൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ യോഹന്നാൻ 6 എപ്പിസ്കോപ്പൽ സഭക്കാർക്കൊന്നും മനസ്സിലായിട്ടില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇതെല്ലാം മനസ്സിൽ വെച്ചോണ്ട് വേണം മറുപടി പറയാനായിട്ട്. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ ഊഹിച്ചോണം. കാരണം ഇത്രയും നാൾ പ്രസംഗം കേട്ടവരല്ലേ. പുതിയൊരു സ്ഥലത്ത് ചെന്നിട്ട് എനിക്ക് ഇങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ ചോദിച്ചാൽ അവർ എന്തെന്നാ മറുപടി പറയുക? നിങ്ങൾ ഈ പ്രസംഗമൊക്കെ നേരത്തെ കേട്ടിട്ടുള്ളവരാ. 1 കൊല്ലം മുമ്പോ 2 കൊല്ലം മുമ്പോ കേട്ട ആൾക്കാർ ഇപ്പോൾ മറന്നു പോകാമെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്ന വഴിയൊന്നും ആരും മറക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ലെന്ന് ഇത് എല്ലാ കാലത്തും എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. കാരണം ഏതാണ്ട് 200 കോടിക്കടുത്ത് വരുന്ന ജനത്തിന് മനസ്സിലാകാത്ത കാര്യമാണ് ഈ ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാൻ പോകുന്നത്. അല്ലെ നമുക്ക് മനസ്സിലായത്. യോഹന്നാൻ 6 അധ്യായം എന്ന് പറയുന്ന കഫർനഹൂമിലാണ് നടക്കുന്നത്, അത് അപ്പർ റൂമിലല്ല. അതേസമയം യോഹന്നാൻ 13 എന്ന് പറയുന്നത് അത് അപ്പർ റൂമിലാണ്, മാളിക മുറിയിലാണ് യോഹന്നാൻ 13. എന്താ യോഹന്നാൻ 13ൻ്റെ പ്രത്യേകത? അവിടെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരും കൂടി അന്ത്യാത്താഴം ലാസ്റ്റ് സപ്പറിന് വേണ്ടി ഒരുമിച്ച് കൂടുന്നത്. മർക്കോസിൻ്റെ ആ പഴയ കെട്ടിടത്തിൽ യോഹന്നാൻ 13 യേശു ശിഷ്യന്മാരും മാളിക മുറിയിൽ ഒരുമിച്ച് കൂടുന്നത്. അവിടെയാണ് തിരുമേശ സ്ഥാപിക്കപ്പെട്ടത്. ഹോളി കമ്മ്യൂണിയൻ അവിടെയാണ് സ്ഥാപിച്ചത്. അപ്പോൾ ഹോളി കമ്മ്യൂണിയനുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെയാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ 6 ഹോളി കമ്മ്യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറയുന്നില്ല. അത് ശുശ്രൂഷയുടെ ഏതാണ്ട് ഒരു ആരംഭ കാലഘട്ടമാണ് യോഹന്നാൻ 6 എന്ന് പറയുന്നത്. യോഹന്നാൻ 13 എന്ന് പറയുന്നത് എന്താ? ഏറ്റവും അവസാനത്തെ ദിവസങ്ങളാണ്, ഏറ്റവും അവസാനത്തെ ദിവസങ്ങൾ. അപ്പോൾ യോഹന്നാൻ 6 നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്നുള്ള കാരണത്താലാണ് എപ്പിസ്കോപ്പൽ സഭക്കാരെല്ലാം കുർബാന എന്ന് പറയുന്ന ഒരു കാര്യപരിപാടി അവർ ചെയ്യുന്നത്. കുർബാന, അവരുടെ കുർബാനാനുഷ്ഠാനം എന്ന് പറയുന്നത് നമ്മൾ അതിനെയൊന്നും 1% അംഗീകരിക്കുന്നില്ല, 1%. ആ പ്രിയപ്പെട്ടവരെല്ലാം വളരെ ഭവ്യാദരങ്ങളോടുകൂടിയാണ് ആ കാര്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനകത്തൊന്നും നമുക്ക് തർക്കമില്ല. ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തോളുക, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ ബോധ്യം, വചനത്തിൽ നിന്നുള്ള ബോധ്യമാണ് പറയുന്നത് ദൈവസന്നിധിയിൽ ഇതൊന്നും വിലപ്പോവില്ല, ദൈവസന്നിധിയിൽ വിലപ്പോവില്ല. കുർബാന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബലി എന്നാണ്. ഖുർബാൻ എന്ന് പറയുന്ന ഒരു ലത്തീൻ വാക്കിൽ നിന്നാണ് കുർബാന വന്നിരിക്കുന്നത്. അത് ബലി ഓർ വഴിപാട് അല്ലെങ്കിൽ പിന്നെ യാഗം എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിന് കിട്ടുന്നത്. അങ്ങനെ ഈ യോഹന്നാൻ 6 അധ്യായത്തിൻ്റെ അർത്ഥം മനസ്സിലാകാതെ ഇത്തരത്തിലുള്ള ഈ വസ്ത്രധാരികളായ ആളുകൾ അതിൽ ചില കൂട്ടരത് വളരെ ഗൗരവമായി അതിന് അർത്ഥവ്യത്യാസങ്ങൾ തന്നെ പറയുന്നുണ്ട്. മാംസം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷരികമായി അത് വസ്തുമാറ്റം സംഭവിച്ച് മാംസമായി തീരുന്നു എന്നാണ് പറയുന്നത്. ആ മുന്തിരിച്ചാറിനെ അവർ പരിഗണിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രക്തമായിട്ടാണ്, രക്തമായി മാറുന്നു എന്ന് തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. മറ്റൊരു കൂട്ടം ആളുകൾ
അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അതിന് പകരം അവർ പറയുന്നത് അതിൽ ദൈവസാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ് അവർ പഠിപ്പിക്കുന്നത്. ദൈവസാന്നിധ്യം ഉണ്ടെന്ന്. നമ്മെ സംബന്ധിച്ച് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ 1, 2, 3, 4 എന്ന് പറഞ്ഞ അടുക്കും ചിട്ടയോടും ബോധ്യമുള്ളവരാണ്. അടുക്കും ചിട്ടയോടും നമ്മുടെ ബോധ്യമല്ലേ പറഞ്ഞത്. യോഹന്നാൻ 6 എന്ന് പറയുന്നത് അപ്പർ റൂമിലല്ല, അത് കഫർനഹൂമിലാണ് നടക്കുന്നത്. യോഹന്നാൻ 6-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വിശദമായി വിശകലനം ചെയ്തിട്ടുണ്ട് നമ്മൾ. വിശദമായി നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതാ. ഞാൻ മുന്നമേ ഒരു എപ്പിസോഡിൽ നമ്മുടെ ഇതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട്. പഴയ പ്രസംഗത്തിൽ അത് കിടപ്പുണ്ട്. അത് എവിടെയാണെന്ന് തപ്പി തേടി പോയി കണ്ടുപിടിച്ചോളുക. വിശദമായിട്ട് വാക്യങ്ങളെല്ലാം എടുത്ത് പറയുന്നുണ്ട്. ഇപ്പോൾ ഓടിച്ചു പറയാം. ഇപ്പം എന്താ പറയുന്നത്? ഈ പറയപ്പെട്ട 2 പദപ്രയോഗങ്ങളും വിരൽ ചൂണ്ടുന്നത് കാൽവറി ക്രൂശിലേക്കാണ്. അതായത് ഭാവിയിൽ തൻ്റെ ക്രൂശുമരണത്തെ മുൻനിർത്തിക്കൊണ്ട് അതിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് കർത്താവ് ഈ 2 കാര്യവും പറയുന്നത്. നിങ്ങളെൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങളെൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത്. അല്ലാതെ അക്ഷരീകമായി മാംസം തിന്നുന്ന കാര്യമോ രക്തം കുടിക്കുന്ന കാര്യമൊന്നും അല്ല കർത്താവ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുവരെയുള്ള ശുശ്രൂഷയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്, അതായത് ക്രൂശ് വരെയുള്ള ശുശ്രൂഷ എവിടെ മുതലാ? ഹോരേബ് മുതൽ ക്രൂശ് വരെ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഹോരേബ് മുതൽ ക്രൂശ് വരെയുള്ള ആ ശുശ്രൂഷകൾ പ്രവൃത്തിയാൽ അധിഷ്ഠിതമാണ്. അത് എഫേസ് ലേഖനത്തിലും റോമാലേഖനത്തിലും പഠിപ്പിക്കുന്നു. റോമാലേഖനം അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? ആ പ്രവൃത്തിയാലുള്ള ശുശ്രൂഷയുടെ മഹാത്മ്യമല്ല പോയിപ്പോയെന്ന്, അതിൻ്റെ പ്രശംസ പോയിപ്പോയിരിക്കുന്നു അല്ലേ? ഇനി കർമ്മമാർഗത്തിൻ്റെ പ്രശംസ പോയിപ്പോയിരിക്കുന്നു. ഇനി വിശ്വാസമാർഗം ആരംഭിക്കുകയാണ്. കാൽവറി മുതൽ വിശ്വാസമാർഗം ആരംഭിക്കുകയാണ്. രണ്ട് മാർഗങ്ങളാ സഹോദരങ്ങളെ. അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്നുള്ളതാണ് പഴയ നിയമത്തിൻ്റെ തത്വം. രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ലെന്നാണ് പഴയ നിയമം പഠിപ്പിക്കുന്നത്. രക്തം ചിന്തണം. പാപപരിഹാരത്തിന് ആണ്ടോടാണ്ട് ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് പൊക്കോളുക. അവിടെയുണ്ട് 2 ആടുകൾ. ഒന്നിൻ്റെ രക്തം അതിപരിശുദ്ധ സ്ഥലത്ത് തളിക്കപ്പെടണം, മറ്റൊന്ന് മരുഭൂമിയിലേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെയാണ് വിമോചനം നടക്കുന്നത് അവിടെ. അതാണ് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല. അപ്പോൾ ഓരോ കുർബാനയിലും രക്തം ചിന്തുകയാണെങ്കിൽ യേശുക്രിസ്തു ഓരോ കുർബാനയിലും ക്രൂശിക്കപ്പെടുകയല്ലേ? ഓരോ കുർബാനയിലും അവന് രക്തം ചിന്തുകയാണെങ്കിൽ. പക്ഷെ നമ്മുടെ വെളിപ്പാടെന്താ? നമ്മെ സംബന്ധിച്ച് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടെന്താ? അവൻ പിതാവിൻ്റെ വലഭാഗത്ത് മഹിമയിൽ പക്ഷവാതം ചെയ്തുകൊണ്ടിരിക്കുക തൻ്റെ സഭയ്ക്ക് വേണ്ടി. ഇപ്പോൾ അവനെ ക്രൂശിക്കാൻ ആർക്കും സാധ്യമല്ല. ആ വിലാപ്പുറത്ത് കുന്തം കുത്താനൊന്നും ഒരുവനും സാധ്യമല്ല. ക്രിസ്തുവിനെ കഴിക്കുക എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? ക്രിസ്തുവിൻ്റെ ബലിമരണം. ലൂക്കോസ് 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പറയപ്പെട്ട ലാസ്റ്റ് സപ്പറിൻ്റെ ആ സന്ധ്യാസമയത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൃക്കരത്തിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു, പങ്കിട്ട് കൊടുത്തു. ഇത് വാങ്ങി ഭക്ഷിപ്പിൻ, നിങ്ങളിത് ഭക്ഷിക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം ആ പാനപാത്രം അവരുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞെന്താ? ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതായത് തൻ്റെ സഹനങ്ങളെക്കുറിച്ചും തൻ്റെ കഷ്ടാനുഭവങ്ങളെക്കുറിച്ചും മാനവവർഗത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി താൻ ബത്ലഹേമിൽ ഭൂജാതനായതും 33 തിരുവയസ്സ് ഈ ഭൂമിയിൽ സമർപ്പിതനായി ജീവിച്ചതും തൻ്റെ ജീവിതം ഒരു ഹോമയാഗവും ഒരു സമാധാനയാഗവുമായി തീർന്നതും തൻ്റെ ജീവിതം ഒരു ഹോമയാഗവും ഒരു ഭോജനയാഗമായി തീർന്നതും ഒക്കെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഈ അപ്പത്തിലേക്ക് കൈനീട്ടുക, നിങ്ങൾ ഈ പാനപാത്രത്തിൻ്റെ അംശികളാകുക എന്നുള്ളതാണ് പറഞ്ഞത്. അല്ല നിങ്ങൾ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കാനല്ല പറഞ്ഞത്. അപ്പോൾ ഇതാണ് പെന്തിക്കോസ്തുകാരെ സംബന്ധിച്ചും വേർപെട്ടവരെ സംബന്ധിച്ചും അവരുടെ ബോധ്യമാണ്. കോൺക്രീറ്റ് ആയിട്ടുള്ള ബോധ്യങ്ങളല്ലേ പറയുന്നത്? കോൺക്രീറ്റ് ആയിട്ടുള്ള ബോധ്യങ്ങൾ. കർത്തൃമേശയെ സംബന്ധിച്ചുള്ള ഹോളി കമ്മ്യൂണിനെ സംബന്ധിച്ചുള്ള ആധികാരികമായ പ്രമാണം കിടക്കുന്നത് 1 കൊരിന്ത് ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 23 മുതലാണ്. അത് കർത്താവ് സ്ഥാപിച്ച ആ രാത്രിയിലെ കാര്യങ്ങൾ അറിയാൻ 4 സുവിശേഷങ്ങളും പരതി നോക്കിക്കഴിഞ്ഞാൽ അല്പാൽപ്പം കാര്യങ്ങളെ കാണാൻ കഴിയും. അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ അപ്പസ്തോലൻ പൗലോസിനാണ് കർത്താവ് ആ കാര്യങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തത്. ആ ബോധ്യത്തിൽ നിന്നാണ് പൗലോസ് പറയുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാലെന്നും പറഞ്ഞ് പൗലോസ് തുടങ്ങുകയാണ്. വളരെ വ്യക്തമായിട്ടാണ് കാര്യങ്ങളെ പറയുന്നത്.
എങ്ങനെയാണ് അതിലേക്ക് കൈനീട്ടേണ്ടത്, എങ്ങനെയാണ് ഭാഗഭാഗതേയത്വം വഹിക്കേണ്ടത്, ശുശ്രൂഷകൻ എങ്ങനെ ഒരുങ്ങി വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെയുണ്ട്. അവിടെ മാത്രമല്ലെന്നേ, തൊട്ട് പുറകിലുള്ള 10-ാം അധ്യായത്തിലുമുണ്ട്. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം അല്ലേ? തിരുമേശയിലേക്ക് കൈനീട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമായി തീർന്നിരിക്കുകയാണ്. പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹ പാത്രം. അങ്ങനെയാണ് ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. ഇപ്പം ഞാൻ ചുരുക്കി പറയാം, യോഹന്നാൻ 6-ാം അധ്യായത്തിൽ ഹോളി കമ്മ്യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അവിടെ പറയുന്നില്ല. യോഹന്നാൻ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, വിശേഷിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു പഠനം, ആ പഠനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തിരി പദപ്രയോഗങ്ങളുണ്ട്. യോഹന്നാൻ തന്നെ ഉയർത്തുന്ന ഒത്തിരി പദപ്രയോഗങ്ങളുണ്ട്. അത് എല്ലാ അധ്യായങ്ങളിലും കാണാം, ലേഖനത്തിലേക്ക് വരുമ്പോഴൊക്കെ കാണാം. വിശ്വസിക്കുക, അവൻ്റെ അടുക്കൽ വരിക, അങ്ങനെ ഒത്തിരി പദങ്ങളുണ്ട്. യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം ഒന്ന് വായിച്ചേ. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്ന് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കും. കുർബാന തിന്നണമെന്നൊന്നും എഴുതിയിട്ടില്ല അവിടെ. അത് കഴിഞ്ഞ് മുൻപോട്ട് വരുമ്പോഴാണ് കാണുന്നത്, നിങ്ങൾ എൻ്റെ മാംസം ഭക്ഷിക്കുകയും നിങ്ങൾ എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുക. അതിന് ഈ ഒരു ചാപ്റ്റർ മുഴുവനും വിശദമായ ഒരു പഠനത്തിലേക്ക് വരുമ്പോൾ ഏതൊരു മനുഷ്യനും മനസ്സിലാവും. നിക്കോദീമോസിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, അല്ലാത്ത ഏതൊരു മനുഷ്യനും മനസ്സിലാകും ഇത് കഫർനഹൂമിൽ നടക്കുന്ന കാര്യമാണ്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവരിങ്ങനെ പുറകെ ചുറ്റി നടക്കുകയാണ്. ചുറ്റി നടന്നപ്പോഴാണ് 26-27 വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത്, ഈ തിന്ന അപ്പമൊക്കെ താൽക്കാലികമാണ്, ടെമ്പററിയാണ്, ഇതൊക്കെ നശിച്ചു പോകുന്നതാണ്. ഈ വിടുതലുകളൊക്കെ, എന്നിൽ നിന്ന് ലഭിക്കപ്പെട്ട വിടുതലുകളൊക്കെ, ആശ്വാസങ്ങളൊക്കെ, അതൊക്കെ 6 അടി മണ്ണ് വരെയേ ഉള്ളൂ. എന്നാൽ നിലനിൽക്കുന്നതായ നിത്യജീവൻ്റെ അപ്പം എൻ്റെ പക്കലുണ്ട്, നിത്യജീവൻ എൻ്റെ പക്കലുണ്ടെന്ന്. നമ്മൾ ഒരു വാക്യം വെച്ചിട്ടോ ഒരു ചാപ്റ്റർ വെച്ചിട്ടോ ഉപദേശം സ്ഥാപിക്കുന്നവരല്ല. അങ്ങനെ സ്ഥാപിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്, അതൊക്കെ ശരിയാ. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ദൈവശാസ്ത്ര പഠനങ്ങൾ, അങ്ങനെയല്ല പോകുന്നത്. ഒരേ വിഷയത്തെ സംബന്ധിച്ച് എത്രയെല്ലാം അധ്യായങ്ങളുണ്ടോ അധ്യായങ്ങളെല്ലാം എടുക്കണം. എവിടെയെല്ലാം പാസേജുകളുണ്ടോ അതെല്ലാം എടുത്തിട്ട് ചേർത്ത് വെച്ച് പഠിച്ചിട്ടാണ് ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. നിത്യജീവനുമായി ബന്ധപ്പെട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ മാത്രമല്ല, യോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതി വെച്ചിരിക്കുകയല്ലേ, പുത്രനുള്ളവന് നിത്യജീവനുണ്ടെന്ന് അല്ലേ? നിത്യജീവൻ ഇരിക്കുന്നത് എവിടെയാ? പുത്രനിലാണ് നിത്യജീവൻ. പുത്രനുള്ളവന് നിത്യജീവനുണ്ട്. ഇനി യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഒക്കെ നമ്മൾ കാണുന്ന കാര്യം എന്താ? പുത്രനെ കൈക്കൊള്ളുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്നല്ലേ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവകാശം ലഭിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. അല്ലാതെ കുർബാന കൈക്കൊള്ളുന്നവർക്കൊക്കെ ദൈവമക്കളാകാൻ അധികാരം ലഭിക്കുന്നൊന്നും വാക്യമില്ല സഹോദരങ്ങളെ. ഉമ്മൻ ബിഷപ്പേ, അങ്ങനെ വാക്യമില്ല. ഇപ്പം ഇതൊക്കെ ഞങ്ങളുടെ ബോധ്യങ്ങളാണ്. ഇപ്പം ഈ പ്രസംഗിക്കുന്ന ഞാനൊക്കെ പെന്തിക്കോസിലെ ലാസ്റ്റ് ഗ്രേഡ് മാൻ എന്നൊക്കെ വേണേൽ വിളിക്കാം. ആരാലും അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാത്ത പാർട്ടികളാണ്. ഞങ്ങളുടെ ഇടയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെട്ട തലയെടുപ്പുള്ള ധാരാളം ആളുകളുണ്ട്. അവരൊക്കെ ഇറങ്ങി നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ പറയുന്നതിനേക്കാളും 10 ഇരട്ടി പവറിലായിരിക്കും പറയുന്നത്. വലിയ ശക്തി പറഞ്ഞു കളയും. അങ്ങനെ തികഞ്ഞ ബോധ്യങ്ങളാണ് ഇതിനകത്തൊക്കെ. ഈ ബോധ്യങ്ങളുള്ള ആളുകൾ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കൂട്ടങ്ങളുമൊക്കെ ആയിട്ട് സഹകരിക്കുന്നത്, ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് സഹകരിക്കുന്നത്? അപ്പം ഒരു വാക്യോടെ ഈ കൂട്ടത്തിൽ പറയണമല്ലോ, നമ്മുടെ ആ ബോധ്യത്തെക്കുറിച്ച്, ഈ കുർബാന സംബന്ധമായ ബോധ്യത്തെക്കുറിച്ച് എബ്രായ ലേഖനം 10-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിച്ചേ നവീനെ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചും കൊണ്ട് നിൽക്കും. ഇവിടെ പറയുന്ന ഏത് പുരോഹിതനും എന്ന് പറയുന്നത് കത്തോലിക്ക പള്ളിയിലെയോ ഓർത്തഡോക്സ് പള്ളിയിലെയോ പുരോഹിതൻ്റെ കാര്യമല്ല കേട്ടോ. ഇത് യെരുശലേം ദേവാലയത്തിലെ പുരോഹിതന്മാർ ദിവസേന അവിടെ യാഗം കഴിക്കുന്ന കാര്യമാണ്. യാഗം മീൻസ് കുർബാന. അവർ രാവിലെയും വൈകിട്ടും കുർബാന നടത്തുന്നുണ്ടല്ലോ, ആ കുർബാനയുടെ കാര്യം ഇവിടെ പറഞ്ഞത്. അതിൽ ഇനി പ്രസക്തിയില്ലെന്ന്, അങ്ങനത്തെ കുർബാനയിലൊന്നും ഇനി പ്രസക്തിയില്ല. യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച പരമയാഗത്താൽ. അത് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദമാണ് ഏകയാഗത്താൽ. ഏകയാഗത്താൽ. ഇത് ഏകവചനത്തിലല്ലേ പറഞ്ഞത്, ഏകയാഗം എന്നൊക്കെ.
അത് ഒരിക്കൽ കഴിഞ്ഞു, ആ യാഗം പൂർത്തീകരിച്ചു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്നാണ് പറഞ്ഞത്, എല്ലാം നിവൃത്തിയായി. അപ്പോൾ നിങ്ങൾ പറയാണ് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഈ പറഞ്ഞ കാര്യം ഞങ്ങളങ്ങ് നടത്തുമെന്ന്. നിങ്ങൾ നടത്തുമോ? കർത്താവ് പറയാണ് എല്ലാം നിവൃത്തിയായെന്ന്. നിങ്ങളിനി എന്തിനു വേണ്ടി നടത്തുന്ന? നിങ്ങൾ യഹൂദന്മാരാണോ നിങ്ങൾ കർമ്മമാർഗം നടത്താൻ? യഹൂദന്മാരാണെങ്കിൽ യെരുശലേം ദേവാലയം വേണം. യെരുശലേം ദേവാലയം അങ്ങനെയാണോ നിങ്ങൾ പള്ളി പണിയുന്നത്? യെരുശലേം ദേവാലയം പോലെയാണോ നിങ്ങൾ പള്ളി പണിയുന്നത്? അവിടുത്തെ ശുശ്രൂഷാക്രമങ്ങളാണോ നിങ്ങൾ അനുവർത്തിക്കുന്നത്? നമ്മുടെ ബിഷപ്പ് പറഞ്ഞതുപോലെ ഞാൻ വെള്ളം ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതെൻ്റെ ഭാര്യയുടെ ഒരു ബുദ്ധിപദേശമാണ്. പെന്തിക്കോസ്തുകാരുടെ ഇടയിലേക്കല്ലേ പോണത്, അവർക്ക് ഇഷ്ടപ്പെടും വെള്ളം ഇട്ടുകൊണ്ട് പൊക്കോളാൻ. അന്ന് ഞാൻ വൈകിട്ട് മർത്തോമക്കാരുടെ ഇടയിലേക്ക് പോകുന്നുണ്ട്, അവിടെ ചൊകപ്പൻ ഇട്ടുകൊണ്ട് പോകുന്നു. അവരെ ഒന്ന് പേടിപ്പിക്കാൻ പോവാന്ന്. പിന്നെ ചൊമ്പ് കണ്ടാൽ പേടിക്കാൻ മർത്തോമക്കാരെന്നെ കാളകളാണോ? ചൊമ്പിട്ടുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മർത്തോമക്കാരെല്ലാം ഹാലിളകി ഓടിപ്പാഞ്ഞ് അതിലേലും പോകാനായിട്ട്. ചുമ്മാ മണ്ടത്തരം പറയില്ലേ നീ. നിങ്ങൾ ഈ ചൊമ്പും പിന്നെ ഈ കാവിയും പിന്നെ എന്നാ വേറെ പലതരത്തിലുള്ള കുപ്പായങ്ങളും കോമാളിത്തരങ്ങളും ഒക്കെ വയ്ക്കുമല്ലോ. ഇതിനൊക്കെ എന്താ വചനത്തിൻ്റെ പിൻബലമുള്ളത്? ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതിന് ഒരു വിരുദ്ധനോട് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ് ചൊമ്പ് പാവത്തെ കാണിക്കാനാന്ന്. പാവത്തെ കാണിക്കാനോ? പാവത്തെ കാണിക്കാനായിട്ട് ചുവന്ന ഉടുപ്പിടാനായിട്ട് ഏത് അപ്പോസ്തലനാണ് പഠിപ്പിച്ചത്? അത് പാരമ്പര്യങ്ങളിലുള്ളതാണെന്ന്. അപ്പോൾ ഈ ചുവന്ന കുപ്പായം ഇട്ടുകൊണ്ടാണോ പത്രോസും പൗലോസും ഒക്കെ ആദ്യകാല ശുശ്രൂഷകളൊക്കെ നടത്തിയത്? അവർക്ക് ശേഷം സഭാപിതാക്കന്മാരിലൂടെയാണ് അങ്ങനെ വന്നതെന്ന്. അത് തരക്കേടില്ല. എഴുതപ്പെട്ട പ്രമാണത്തിന് വിരുദ്ധമായി ഏത് സഭാപിതാവും ചുവന്ന കുപ്പായം ഇട്ടുകൊണ്ട് വന്നാൽ അതിനൊന്നും വിലയില്ല, അതിനൊക്കെ സീറോ വാല്യൂ ആണ്. ഏത് കൊമ്പത്തെ പിതാവാന്ന് പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കേണ്ട കാര്യം ഞങ്ങളെപ്പോലെയുള്ളവർക്കില്ല. ഇല്ലെന്ന് ഞങ്ങൾ അംഗീകരിക്കില്ല ആ കാര്യങ്ങൾ. നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കും. ഇവിടെ അപ്പോസ്തലന്മാർ തെളിച്ചൊരു വഴിയുണ്ട്. അത് തന്നെയല്ല, പഴയ നിയമമൊക്കെ അത്യാവശ്യം ഞങ്ങൾക്ക് മനസ്സിലാകും. പുറപ്പാട് പുസ്തകത്തിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. 28-ാം അധ്യായം ഡ്രസ് കോഡിനെ കുറിച്ച് അവിടെയാണ് എഴുതിയിരിക്കുന്നത്. പൗരോഹിത്യ ഡ്രസ് കോഡ് എവിടത്തെയാ? അഹരോന്യ പൗരോഹിത്യ ഡ്രസ് കോഡ്. പഴയ നിയമ ആലയത്തിൽ സമാഗമന കൂടാരത്തിൽ ഓർ യെരുശലേം ദൈവാലയത്തിൽ ശുശ്രൂഷിക്കേണ്ട ശുശ്രൂഷാ സംബന്ധിയായ ഡ്രസ് കോഡുകളെല്ലാം അവിടെയുണ്ട്. എല്ലാം ഉണ്ട് അവിടെ. 28-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അഹരോനും പുത്രന്മാർക്കും കൊടുക്കേണ്ട പതക്കം അഥവാ മാർപ്പതക്കം, ബ്രസ്റ്റ് പ്ലേറ്റ്, പിന്നീട് എന്താ ഏഫോദ്, അത് കഴിഞ്ഞ് നിലയങ്കി, പിന്നെ എന്നാ അങ്ങനെ ഓരോന്ന് എഴുതിയിരിക്കുക. നവീനെ ഒന്ന് വായിച്ച നവീനെ പുറപ്പാട് ദിവസം 28-ന്റെ 4-ാം വാക്യം. എക്സോഡസ് 28:4. അവർ ഉണ്ടാക്കേണ്ടുന്ന വസ്ത്രമോ പതക്കം, ഏഫോദ്, നീളക്കുപ്പായം, ഇത്രത്തൈലുള്ള നിലയങ്കി, മുടി, നടുക്കെട്ട് എന്നിവ തന്നെ. എന്റെ സഹോദരനായ അഹരോൻ എനിക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യേണ്ടതിന് അവനും അവന്റെ പുത്രന്മാർക്കും വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. ഹോളി ഗാർമെന്റ്സ്, വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കണം. സൗരങ്ങളെ നമ്മുടെ ബോധ്യങ്ങളാണിതെല്ലാം, നമ്മുടെ ബോധ്യങ്ങളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങൾ. പൗരോഹിത്യ വസ്ത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ലിസ്റ്റാണ് ആ വായിച്ച് കേൾപ്പിച്ചത്. ഈ പറയപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വിശുദ്ധാലങ്കാരത്തോടുള്ള ബന്ധത്തിൽ ദൈവസന്നിധി കടന്നു വരുമ്പോൾ പുരോഹിതന്മാർക്ക് ധരിക്കാൻ വേണ്ടിയതാണിതെല്ലാം. ഇതിനകത്ത് പറയുന്ന വസ്ത്രത്തിൻ്റെയൊക്കെ കളർ കോഡുകളുണ്ട്, അതൊന്നും മാറാൻ പാടില്ല. അവിടെ 4 തരം നൂലുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിരിച്ച പഞ്ഞിനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ. അതിന് വരെ പച്ച നൂലിടാൻ പറ്റുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ചിന്തിക്കാൻ ശേഷിയുള്ളവരല്ലേ? ഈ പറയപ്പെട്ട കളർ കോഡ് എങ്ങനെ മാറും? വെളുത്ത പഞ്ഞിനൂൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും നാം ദൈവസന്നിധിയിൽ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കാൻ വരുന്നവരല്ലേ? നമുക്കും വസ്ത്രം വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് നമ്മുടെ സാക്ഷി ജീവിതത്തെയാണ് കാണിക്കുന്നത്. ആ സാക്ഷി ജീവിതം എങ്ങനെയുള്ളതായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ നാളുകളിൽ. വളരെ ഗൗരവമായൊരു ജീവിതത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്, ഒരു ഹോളി ലൈഫിലേക്കാണ് വന്നിരിക്കുന്നത്. നാം പാർക്കുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയായവൻ്റെ അടുക്കലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്നാനപ്പെടുന്ന സമയമൊക്കെ പറയുന്നത്, ദൈവത്തെ ഓർത്ത് സ്നാനപ്പെടണ്ട. നിങ്ങളെന്തിനാണ് സ്നാനപ്പെടുന്നത്? തിടുക്കപ്പെട്ട സ്നാനമൊന്നും പെടണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം ചുമ്മാ വന്നിട്ട് ഒരു മതപരിവർത്തനം എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മളെ കളിയാക്കുന്നത്. എന്നാ മതപരിവർത്തനം? ആരുടെ മതപരിവർത്തനം?
ഇത് ദഹിപ്പിക്കുന്ന ഈ അഗ്നിയായവൻ്റെ അടുക്കൽ പാർക്കാൻ ഒരുവനെ ക്ഷണിക്കുക. ഇങ്ങനത്തെ ചിലവുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ചിലവെന്നതാ? ഇന്നർ ഗാർമെൻറ്റ്സും ഔട്ടർ ഗാർമെൻറ്റ്സും എപ്പോഴും അങ്ങനെ ആയിരിക്കണം. കുറ്റമറ്റ മനസാക്ഷി വേണം, പരമാർത്ഥ ഹൃദയം വേണം, നടപ്പ് എപ്പോഴും ക്രമീകരിക്കണം. ഇങ്ങനെ അനവധി കാര്യങ്ങളുണ്ട് ക്രിസ്ത്യൻ ലൈഫിൽ. ഇതൊക്കെ പഠിപ്പിക്കുന്നവരാ നമ്മൾ. ഇങ്ങനെ പഠിപ്പിക്കുന്ന നമ്മൾ നേരം പോക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എങ്ങനെ അതൊക്കെയായിട്ട് സഹകരിക്കും? കാതലായൊരു കാര്യമുണ്ട്. കാതലായ കാര്യം തന്നെ വീണ്ടും ജനിക്കാറില്ല. വീണ്ടും ജനനത്തിന് വരെ ഒരു കപ്പ് വെള്ളം തലയിൽ ഒഴിച്ചിട്ട് ഒരു മായാലോകത്ത് ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്നുള്ളൊരു ധാരണയിൽ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആരും ക്രിസ്ത്യാനിയാകുന്നില്ല. ഒരുവൻ ക്രൈസ്തവനാകണമെങ്കിൽ വീണ്ടും ജനിക്കണം. വീണ്ടും ജനിച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്തടുത്ത പടികളുണ്ടല്ലോ. വിശ്വാസ സ്നാനത്തിൽ ക്രിസ്തുവിനോട് ചേരണം. ഇങ്ങനെയുള്ള ബോധ്യങ്ങളാണ് നമ്മളിന്നിവിടെ സ്ഥാപിച്ചത്. സഹോദരങ്ങൾ, ഈ കാര്യം പൂർണ്ണമായിട്ടില്ല. ഇത് അടുത്ത ആഴ്ചയും കർത്താവ് വരാൻ താമസിച്ചാൽ തുടരണമെന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഗൗരവമായ ചില കാര്യങ്ങൾ നമ്മളെ പെട്ടിക്കട എന്നും മാടക്കട എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്ന ചില ബിരുദന്മാരൊക്കെ ഉണ്ട്, ചില കൂട്ടക്കാരുണ്ട്. ദേവലോകത്തോ അസുർ ലോകത്തോ ഒക്കെ ഇരുന്നൊക്കെ അവരതൊക്കെ പറയുന്നത്. അപ്പോൾ അത് അസുർ ലോകത്തോ ദേവലോകത്തോ എവിടെ ഇരുന്ന് വേണേലും പറഞ്ഞോ ഞങ്ങൾ സ്ഥാപിക്കാം. നമ്മുടെ വിശ്വാസ പ്രമാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവം നമുക്ക് തലയായി നിൽക്കുന്നു എന്നുള്ള കാര്യവും വിശുദ്ധ തിരുവെഴുത്തിനെ നമ്മൾ എങ്ങനെ പരിഗണിക്കുന്നു എന്ന കാര്യവും ഒക്കെ വെച്ച് വിശദമാക്കേണ്ടതുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച അതിലേക്കും കൂടെ ഒന്ന് പ്രവേശിച്ച് ആ ഭാഗം അവസാനിപ്പിക്കാം. ഇന്ന് മെത്രാനോടൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, തിരുവല്ലായി നടക്കുന്ന കാര്യങ്ങളൊന്നുമായിട്ടും വിശുദ്ധന്മാർക്ക് യോജിപ്പില്ല. നമുക്കതുമായിട്ടൊന്നും സഹകരിക്കാൻ കഴിയില്ല. നമുക്കെങ്ങനെ സഹകരിക്കാൻ കഴിയും? കഴിഞ്ഞ ആഴ്ചകളിലുള്ള എൻ്റെ പ്രസംഗങ്ങളുണ്ടല്ലോ സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ഞാൻ കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് അടുപ്പിച്ചും തറപ്പിച്ചും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, അത്തി മുതലായ സകല വൃക്ഷങ്ങളും തളിർക്കും. അത് തളിർക്കുമ്പോൾ വേനലടുത്തെന്ന് ഓർത്തുകൊള്ളണം. അങ്ങനെ വേനലടുത്തെന്ന് ഓർക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു കാര്യം കൂടെ ഓർത്തോണം, മനുഷ്യപുത്രൻ വാതിൽക്കലാണ്. മനുഷ്യപുത്രൻ വാതിൽക്കൽ നിൽക്കുന്നു എന്ന വെപ്രാളത്തിൽ പ്രസംഗിക്കുന്നവരാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വെപ്രാളത്തിലാണ്. എന്ത് വെപ്രാളത്തിലാ? മനുഷ്യപുത്രൻ വാതിൽക്കലാണ്. കാഹളം എപ്പോൾ വേണേലും ധ്വനിക്കാം, സഭ എപ്പോൾ വേണേലും എടുക്കപ്പെടാം, ആശീർവാദം പറയുമെന്ന് ഗ്യാരണ്ടിയില്ല. അങ്ങനെ ഞെരങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഈ ബോധ്യത്തിൽ നിന്നാണ് നമ്മൾ പറയുന്ന കൊട്ടാരക്കരക്കാരൻ വിവരക്കേട് പറയുന്നവനാണെന്ന്. കൊട്ടാരക്കരക്കാരന് ഈ അടുത്തിടയ്ക്ക് ഒരു കത്തോലിക്കൻ 3-4 കല്യാണം കഴിച്ച ഒരു സിനിമാക്കാരൻ വേറൊരു സിനിമാ നടിയെ കൊട്ടാരക്കരക്കാരൻ കെട്ടിച്ചു വിടുക. വീഡിയോ സോഷ്യൽ മീഡിയ കിടപ്പുണ്ട്. 2, 3, 4 കെട്ടിക്കാനൊന്നും പ്രമാണമില്ലെന്നേ. അങ്ങനത്തെ കെട്ടൊന്നും ഇവിടെ ഈ പുസ്തകം പഠിപ്പിക്കുന്നില്ല. അതായത് കാര്യം തിരിച്ചറിഞ്ഞ ആൾക്കാർ അങ്ങനെയുള്ള കാര്യപരിപാടിക്ക് പോകാനായിട്ട് പെർമിറ്റ് ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യുന്നു. അത് തന്നെയല്ലേ ഈ കഴിഞ്ഞ ദിവസം പറയുകയാണ്, നീ ഇടത്തോട്ടും പടരും, നീ വലത്തോട്ടും പടരും. അപ്പോൾ ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ ഭൗതികമായ ഭയങ്കര ഉന്നമനത്തിലേക്ക് എത്തുന്നു. അന്നേരം നമ്മുടെ പ്രസംഗം എവിടെയാണ് നിൽക്കുന്നത്? മനുഷ്യപുത്രൻ വാതിൽക്കൽ വാതിൽ തുറന്നിട്ടില്ല. ഏത് സെക്കൻഡിലും വാതിൽ തുറക്കും. അപ്പോൾ ഏത് സെക്കൻഡിലും വാതിൽ തുറക്കുന്നതിൻ്റെ നിലയിൽ കാലം അതിന് നിലയിലേക്ക് ഒരുങ്ങി വന്നിരിക്കുക. ഇപ്പം ഇനി നമ്മുടെ മുമ്പിൽ ഇത്രയേ ഉള്ളൂ, കാഹളം ധരിക്കാൻ കാലമായി, ഒരുക്കം പൂർത്തിയാക്കുക. ഒന്നുകൂടെ റിവിഷനുള്ളൊരു സമയം മാത്രമേ ഉള്ളൂ. ഒരു റിവിഷനുള്ള സമയമേ ഉള്ളൂ എന്നേ. പുതിയൊരു ചാപ്റ്റർ പഠിപ്പിക്കാൻ സമയമില്ല, റിവിഷനുള്ള സമയമേ ഉള്ളൂ. ഒന്ന് ആരാഞ്ഞു നോക്കാനുള്ള സമയമേ ഉള്ളൂ. അന്നേരം പറയാ ഈ ഭൂമി മുഴുവൻ നിനക്ക് പതിച്ചു തരാൻ പോവാന്ന്. അങ്ങനെയുള്ള ഒരുത്തൻ വന്ന് തിരുവല്ലായിൽ പ്രസംഗിക്കുന്നെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ പോകുന്ന പെന്തിക്കോസുകാരെ ഓർത്ത് അയ്യോ എന്ന് വിളിക്കുകയല്ലാതെ വേറെ എന്ത് പറയാനാ? അയ്യമ്പിളിയാ വരുന്നത്, അയ്യമ്പിളി. ഈ മനുഷ്യർ നാശത്തിലേക്ക് പോവുകയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇത്തരക്കാരുടെ പ്രസംഗം, കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവർക്ക് ഇത്തരക്കാരുടെയൊക്കെ പ്രസംഗം എങ്ങനെ ദഹിക്കുന്നു എന്ന് എനിക്കൊരു പിടിയുമില്ല. ഞാൻ ഓപ്പണായിട്ട് പ്രസംഗിക്കുന്നയാളാണ്. എന്തിനെന്നറിയാവോ? നാളെ ഒരാളിനി പാസ്റ്റർ പ്രസംഗിച്ചത് അത് അന്വേഷിക്കാൻ പാഴൂർ പടിപ്പുരയിലൊന്നും പോണ്ട. നേർക്ക് നേർ കാര്യം പറയുകയാണ്. നെല്ലും പതിരും വേർതിരിക്കുകയാണ്. ശുദ്ധവും അശുദ്ധവും വേർതിരിക്കുകയാണ്. മലിനവും നിർമ്മലിനവും വേർതിരിക്കുകയാണ്. വിശുദ്ധവും സാമാന്യവും വേർതിരിക്കുകയാണ്. സന്ദേഹത്തിനൊന്നും കാരണമില്ല.
കാര്യങ്ങൾ ഓപ്പണാണ്, തുറന്നങ്ങ് പറയുകയാണ്. സൗരങ്ങളെ, നമ്മുടെ കർത്താവ് വരാൻ സമയമായിരിക്കുന്നു. കാലം ചുരുങ്ങിയിരിക്കുന്നു. ഇതിനിടയിൽ നിങ്ങളെ ലോകത്തിലേക്കും ഈ ആയുസ്സിൽ മാത്രമുള്ള കാര്യങ്ങളിലേക്കും വലിച്ചുകൊണ്ടു പോകുന്നവർ, അവർ കള്ളന്മാരും കൊള്ളക്കാരുമാണ്. അവർ നിങ്ങളുടെ പ്രാണങ്ങളെ കവരാൻ വന്നിരിക്കുന്നവരാണ്. അത്തരക്കാരുടെ കൂട്ടത്തിലൊന്നും തലവെച്ചു കൊടുക്കാൻ ഇടവരാതെ വണ്ണം വിശുദ്ധ ജീവിതം സൂക്ഷിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.